السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. നമ്മൾ ആറാമത്തെ ജുസുഇലേക്ക് പ്രവേശിക്കുകയാണ്. ആറാമത്തെ ജുസുഇൽ സൂറത്തുൻ നിസാഇന്റെ അവസാന ഭാഗം അഥവാ 148 മുതൽ 176 ആയത്തുകളും സൂറ മാഇദയിലെ 83 ആയത്തുകളും ഉൾപ്പെടുന്നതാണ് ആറാമത്തെ ജുസ്. സൂറ നിസാഇന്റെ അവസാന ഭാഗം നീതിയെ സംബന്ധിച്ച് സംസാരിക്കുന്നു. അതുപോലെ തൗഹീദ് ഊന്നി പറയുന്നുണ്ട്. അഹ്ലു കിതാബ് വിഷയമാകുന്നുണ്ട്. മുനാഫിഖീങ്ങളുടെ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ ചീത്ത കാര്യങ്ങൾ പരസ്യമാക്കരുത് എന്ന ദുസ്വഭാവത്തിനെതിരെയുള്ള അള്ളാഹുവിന്റെ ഉപദേശമുണ്ട്. സത്യനിഷേധത്തിന്റെ പര്യവസാനം, ദയനീയമായ പര്യവസാനം പരാമർശിക്കുന്നുണ്ട്. അതുപോലെ വേദക്കാരുടെ പല തിരിമറികൾക്കെതിരെയും അള്ളാഹുവിന്റെ വിമർശനമുണ്ട്. അനന്തരാവകാശത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കലാല എന്ന മസ്അലയെ സംബന്ധിച്ച് ഈ സൂറയുടെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. മാഇദ സൂറത്തിലാകട്ടെ അതിന്റെ തുടക്കത്തിൽ കരാറുകളെ സംബന്ധിച്ച് കരാറ് പാലനത്തിന്റെ ആവശ്യകത അത് നിർബന്ധമാണ് എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഹലാലായ കാര്യങ്ങളെ ഹറാമായ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇതുപോലെ വേട്ടയാടുന്നതിന്റെ നിയമം, ഹജ്ജിന് ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ വേട്ടയാടുന്നതിന്റെ വിധി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. സൂറ നിസാഇലെ ഈ ജുസ്ഇലെ ആദ്യ ആയത്ത് തുടങ്ങുന്നത് ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ളുലിമ വകാന അല്ലാഹു സമീഅൻ അലീമ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അഥവാ ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസ്സൂഇ, ചീത്ത കാര്യങ്ങൾ പരസ്യമാക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അത് അള്ളാഹു വിരോധിച്ച കാര്യമാണ്. ഒരാളെ ആക്രമിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് അക്രമി ചെയ്ത കാര്യങ്ങൾ പറയേണ്ടി വരും. കേസ് കൊടുക്കുമ്പോ അതുപോലെ നിയമപാലകരുടെ മുന്നിൽ ഇനി പ്രതികരിക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ ഒക്കെ പറയേണ്ടി വരും. ആ രൂപത്തിൽ പറയുക എന്നല്ലാതെ പൊതുവെ വൃത്തികേടുകൾ മൂടി വെക്കുകയാണ് വേണ്ടത്, അത് പരസ്യമാക്കുകയല്ല എന്ന ഉപദേശമാണ് ഒന്നാമതായി ഇതിൽ അല്ലാഹു തആല ചെയ്യുന്നത്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചില ആൾക്കാരുണ്ട്, ഏതെങ്കിലും ഒരു ടൗണിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ആ ടൗണിലുള്ള വൃത്തികേടുകളൊക്കെ അവിടെ അങ്ങനെ ഉണ്ട്, അവിടെ ഇങ്ങനെ ഉണ്ട്, ആ നെഗറ്റീവായ വശം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പറയരുത്, അതൊരു പരസ്യമാണ്. അങ്ങനെ പരസ്യം ചെയ്യാനുള്ളവരല്ല നമ്മൾ പോസിറ്റീവ് വശങ്ങൾ, നല്ല കാര്യങ്ങൾ, അതാണ് പറയേണ്ടത്. ഈ വൃത്തികേടുകൾ പരസ്യമായി പറയുന്നത് മോശമാണ്, അതുകൊണ്ട് അതിന്റെ പ്രതിഫലനം ദോഷകരമായി ബാധിക്കുന്നതാണ് എന്ന രൂപത്തിലുള്ള ഉപദേശമാണ് ഒന്നാമതായി ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഒരു നല്ല കാര്യം പരസ്യമായി ചെയ്തു, ഇനി അതല്ലെങ്കിൽ പിന്നെ അതിനെ രഹസ്യമാക്കി വെച്ചു, ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലാഹു തആല ഇവിടെ പറയുന്നു. അതായത് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പരസ്യമാക്കേണ്ടി വരും. വ്യക്തികൾക്ക് ചെയ്യുന്ന സമയത്ത് വളരെ രഹസ്യമായി ചെയ്യാം. ഇനി ഒരു സംഘടനയും കാര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത് പരസ്യമായതാണ്, ഏതായാലും കൊടുത്താൽ എല്ലാവരും അറിയും. അത് പരസ്യമായി തന്നെ ചെയ്യുന്നതിന് പല ഉപകാരങ്ങളും ഇതിനൊന്നും കുറ്റമില്ല. ഇനി പിന്നെ അതുപോലെ തന്നെ മാപ്പ് ചെയ്യുക, ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചെയ്യുക,
അതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസൂലിഹി വയുരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസൂലിഹി വയഖൂലൂന നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദിൻ വയുരീദൂന അൻ യത്തഖിദൂ ബൈന ദാലിക സബീല എന്ന് പറഞ്ഞതിലൂടെ ഈമാൻ കാര്യം പൂർത്തിയാകണമെങ്കിൽ പൂർണ്ണമായി വിശ്വസിക്കണം. ചില നബിമാരെ വിശ്വസിച്ചില്ല, അതോടുകൂടി ഈമാൻ കാര്യം പോയി. ഈമാൻ കാര്യം പൂർണ്ണമാകണമെങ്കിൽ പൂർണ്ണമായി വിശ്വസിക്കണം. അല്ലാതെ കുറച്ച് വിശ്വസിക്കുക കുറച്ച് തള്ളുക എന്ന സ്വഭാവം ശരിയല്ല. മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന മുഴുവൻ പ്രവാചകന്മാരെയും പ്രവാചകന്മാരാണ് എന്ന് അംഗീകരിക്കുന്നവരാണ് നമ്മൾ. ക്രിസ്ത്യാനികൾക്കത് സാധ്യമല്ല, ജൂതന്മാർക്കും കഴിയില്ല. ജൂതന്മാർ ഈസാ നബി അലൈഹിസ്സലാം വന്നപ്പോ തള്ളി. ജൂതന്മാരും ക്രിസ്ത്യാനികളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളി പറഞ്ഞു. അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പല പ്രവാചകന്മാരെയും അവർ കൊന്നുകളഞ്ഞു. അങ്ങനെ ചിലതൊക്കെ അംഗീകരിക്കുകയും ബാക്കിയൊക്കെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അതല്ല ഈമാൻ എന്ന് സൂചിപ്പിക്കുകയാണ്. അതുപോലെ അവർ പരസ്യമായി ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ക, അവർ യഥാർത്ഥ സത്യനിഷേധികളാണ്. വഅഅതനാലിൽ കാഫിരീന അദാബൻ മുഹീന എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഭാവിയിൽ വരാനുള്ള ശിക്ഷകളെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ആ കാര്യം തന്നെയാണ് പിന്നെ തുടർന്ന് പറയുന്നത്. പിന്നെ വേദക്കാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ. യസ്അലുക അഹ്ലുൽ കിതാബി അൻ തുനസ്സില അലൈഹിം കിതാബൻ മിനസ് സമാ. റസൂലിന്റെ അടുത്ത് വന്നിട്ട് അവർ പറയുന്നത്, നീ മേലെ ഒരു കിതാബ് നേരിട്ട് പോയിട്ട് വാങ്ങിക്കൊടുക്കുക. ഇടക്കിടക്ക് ഒരായത്തിറങ്ങിയിട്ട് അള്ളാഹു വന്നതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കൂല. ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നേരെ കുത്തനെ കയറിപ്പോയിട്ട് എന്ത് ചെയ്യാ, ഒരു കിതാബ് വാങ്ങിയിട്ടെങ്കിൽ വാ, അത് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റിയ വേണം, ഞങ്ങളുടെ കയ്യിൽ തരികയും വേണം, എന്നാൽ ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് വേദക്കാര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ റസൂലിന് വല്ലാത്തൊരു പ്രയാസം. ഇതെന്താണ് ഇവർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അള്ളാഹു തആല തരുന്നത് പറയാ എന്നല്ലാതെ എനിക്ക് അതിനപ്പുറം എന്ത് ചെയ്യാൻ കഴിയുമെന്ന മട്ടിൽ റസൂല് പ്രയാസപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ സമാധാനിപ്പിച്ചുകൊണ്ട് അള്ള പറയാണ്, ഫഖദ് സഅലു മൂസ അക്ബർ മിൻ ദാലിക. നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും കൊണ്ട് ഇതിനേക്കാളും വലിയ ഇവർ മൂസാ നബിയോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളോട് ഇത്രയല്ലേ ചോദിച്ചിട്ടുള്ളൂ, മേലെ ഒരു കിതാബ് കൊണ്ട് വരാൻ. മൂസാ നബീനോട് അവർ പറഞ്ഞപ്പോ കാലു വരിനവാഹ ജഗത്തിൽ പഠിച്ചവനത്തല്ലെങ്കിൽ കാണിച്ചേ, ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ അള്ളാഹിനെ നേർക്ക് കാണിച്ച് ഒരു കിതാബായി കൊണ്ടുവരാനല്ലേ പറഞ്ഞത്, അതിനൊന്നും നിങ്ങൾ ബേജാറാകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിനെ അള്ളാഹു സമാശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അവര് പറഞ്ഞപ്പോൾ അബദ്ധത്വവും സായത്തത്വം ഒൽമിയും അവരുടെ അക്രമ പ്രവർത്തനം കൊണ്ട് ഘോര ശബ്ദം അവർ പിടികൂടുകയൊക്കെ ചെയ്ത സംഭവം അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പരസ്യമായി കണ്ടതിന് ശേഷവും എല്ലാ തെളിവുകളും കിട്ടിയതിന് ശേഷം അവർ പശുക്കുട്ടിയെ ആരാധിച്ചിട്ടുണ്ട്. അവരുടെ കൺമുന്നിൽ വെച്ചാണ് ഫറോവയെ മുക്കിക്കൊന്നതും ഇവരെ രക്ഷപ്പെടുത്തിയതും മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി അവരിൽ നിന്ന് വിട്ടുനിന്നു. ആ സമയത്ത് പശുക്കുട്ടിയെ ആരാധിച്ച് ധിക്കാരം കാണിച്ചവരാണിവർ. അതുകൊണ്ട് റസൂലെ താങ്കൾ പ്രയാസപ്പെടേണ്ടതില്ല. എന്നിട്ട് പോലും അവർക്ക് പിന്നീട് പാശ്ചാത്തപിച്ചപ്പോൾ നമ്മൾ മാപ്പ് കൊടുക്കുകയുണ്ടായി എന്നൊക്കെ അള്ളാഹു പറയുകയാണ്. എന്നിട്ട് അള്ളാഹു വീണ്ടും ഒരു കാര്യം റസൂലിനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു. ഇവരോട് തൗറാത്ത് അനുസരിച്ച് ജീവിച്ചോളണം എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ അവരത് അംഗീകരിച്ചില്ല. മൂസാ നബി കിതാബും കൊണ്ടാണല്ലോ വന്നത്. എന്നിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഈ തൗറാത്ത് അനുസരിച്ച് ജീവിക്കണം. അവര് തയ്യാറായില്ല. അപ്പോൾ അവരോട് കരാറ് വാങ്ങൽ നിർബന്ധമായി. അങ്ങനെ നിർബന്ധമായപ്പോൾ അല്ലാഹു തആല തന്നെ ഇടപെട്ടിട്ട് എന്താ ചെയ്തത്? തൂറ് പർവ്വതം അവിടെ നിന്ന് പിഴുതെടുത്തിട്ട് അത് നേരെ കൊണ്ടുപോയി ഇവരുടെ തലക്കുമേലെ വെച്ചു. നിങ്ങൾ അംഗീകരിക്കുന്നോ ഇല്ലേ? കിതാബ് കൊണ്ടുവന്നു, നിങ്ങൾക്ക് കാണിച്ചു തന്നു, എന്നിട്ടും നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ എന്ന രൂപത്തിൽ ഇവരുടെ മീതെ പർവ്വതം തന്നെ അല്ലാഹു തആല നിർത്തി. അതുപോലെ ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കുനിഞ്ഞുകൊണ്ട് പ്രവേശിക്കണം എന്നവരോട് പറയുകയും ചെയ്തു. സബ്ബത്ത് ദിവസത്തിൽ നിങ്ങൾ മത്സ്യം പിടിക്കുക വഴി അല്ലാഹുവിന്റെ വിലക്ക് ധിക്കരിക്കരുത് എന്നും അവരോട് പറഞ്ഞു. മിൻഹും മീസാഖൻ വലിയ അതിശക്തമായ കരാറുകൾ
നാം അവരിൽ നിന്ന് വാങ്ങുകയും ചെയ്യും. അപ്പൊ അവരിൽ നിന്ന് ഒരു കരാറ് വാങ്ങാൻ വേണ്ടി എന്തെല്ലാമാണ് അല്ലാഹു തആല ചെയ്തത്, അത്രയും വലിയ ധിക്കാരികളാണ് ഈ വേദക്കാർ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഇത് പറയുന്നത്. ഇതേ സംഭവം സൂറ അഅറാഫിൽ 171 ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് വഇദ് നതഖ്നാൽ ജബല ഫൗഖഹും കഅന്നഹു മുല്ലത്തുൻ, ഒരു തണൽ പോലെ ഞങ്ങളുടെ മേൽ ഇപ്പോൾ വീഴുമ്പോൾ വന്നു അന്നഹു വാഖിഉം ബിഹി, ഇപ്പൊ ഞങ്ങളുടെ തലയിൽ വീഴും എന്ന രൂപത്തിൽ ആ മലയെ അല്ലാഹു തആല അവരുടെ മേൽ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് പോലും അവര് ആ രൂപത്തിൽ കരാർ വാങ്ങിയിട്ട് പോലും പിന്നീട് അവർ ധിക്കാരികളായി മാറുകയാണ് ഉണ്ടായത്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം, നമുക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹം, അതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത്. നമ്മുടെ റസൂലിനെ കണ്ടിട്ടില്ല, റസൂലിന്റെ കൂടെ ജീവിച്ചിട്ടില്ല, വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഭൂമിയിലില്ല. കൈമാറി നമുക്ക് കിട്ടിയ ഈ വേദഗ്രന്ഥം അള്ളാഹുവിന്റെ വേദഗ്രന്ഥമായത് കൊണ്ട് തന്നെ കൃത്യമായി അതിൽ വിശ്വസിക്കുകയും റസൂലിനെ വിശ്വസിക്കുകയും ഒരു ധിക്കാരവും ഇല്ലാതെ സമിഅനാ വ അതഅനാ എന്ന് പറയാനുള്ള മഹാഭാഗ്യം നമുക്ക് ലഭിക്കുകയും ചെയ്തിരിക്കെ നമ്മുടെ മേൽ അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന്റെ വലുപ്പം ഓർമ്മിക്കാനും ഇതെല്ലാം നമുക്ക് കാരണമായി തീരും. ഫബിമാ നഖുദിഹിം മീസാഖഹും വകുഫരിഹിം ബിആയാത്തില്ലാഹി വഖദ്രിഹിമുൽ അംബിയാ ബിഗൈരി ഹഖ്ഖിൻ വഖൗലിഹിം ഖുലൂബുനാ ഗുൽഫ്, അവർ ആ ചെയ്ത കരാറുകളൊക്കെ പൊളിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ അവർ സത്യനിഷേധികളായി മാറി. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ അവർ തള്ളിക്കളഞ്ഞു. അതിനും പുറമെ അവരൊരുപാട് നബിമാരെ കൊന്നുകളഞ്ഞു. എന്നിട്ട് അവര് പറയുകയും ചെയ്തു, ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു തടസ്സമുണ്ട്, അത് അടഞ്ഞു കിടക്കുകയാണ്, ഞങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ നിസ്സാരവൽക്കരിച്ച് പ്രവാചകന്മാർ കൊണ്ടുവന്നതിനെയൊക്കെ തള്ളിക്കളഞ്ഞ ഒരു വിഭാഗമാണ് ഈ ഇസ്രായേൽ. വബികുഫരിഹിം വഖൗലിഹിം എന്ന് പറഞ്ഞുകൊണ്ട് മറിയം റളിയല്ലാഹു അൻഹായെ സംബന്ധിച്ച് അവര് പറഞ്ഞ ആരോപണങ്ങളെ അല്ലാഹു തആല എടുത്തു പറയുകയാണ്. അതിഗുരുതരമായ ആരോപണമാണ് മറിയം ബീവിയെ സംബന്ധിച്ച് അവര് പറഞ്ഞത്. മറിയം ബീവിയെ മാത്രമല്ല, മറിയമിന്റെ മകൻ ഈസയെയും അവർ വെറുതെ വിട്ടില്ല. വഖൗലിഹിം മിന്നാ ഖതൽനൽ മസീഹ്, അവര് പറഞ്ഞില്ലേ ഞങ്ങൾ മസീഹിനെ കൊന്നുകളഞ്ഞു. ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലായ മറിയമിന്റെ മകൻ ഈസായെ ഞങ്ങൾ കൊന്നു എന്ന അവകാശവാദം അവർ ഉന്നയിച്ചു. യഥാർത്ഥത്തിൽ അവർക്ക് കൊല്ലാൻ കിട്ടിയിട്ടില്ല, അത് വേറെ വിഷയം. പക്ഷേ അവര് അത് പറയാനും ധൈര്യം കാണിച്ചു. യാതൊരു മടിയും അവർക്കുണ്ടായിരുന്നില്ല. ഈസയെ അവർ കൊന്നിട്ടില്ല, ഈസയെ അവർ കുരിശിലേക്കിയിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് ഈസയോട് സാദൃശ്യമുള്ളതായി തോന്നിപ്പിക്കപ്പെടുക മാത്രമാണ് ചെയ്തത്. എന്താണ് ഈ സാദൃശ്യമായി തോന്നിപ്പിക്കപ്പെട്ടത് എന്ന് കൃത്യമായി പറയപ്പെടുന്നില്ലെങ്കിലും തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ അതേ മുഖഭാവമുള്ള ഒരു വ്യക്തിയെ അല്ലാഹു തആല അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ രൂപമാറ്റം ചെയ്തു. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവിങ്കലേക്ക് ഉയർത്തുകയും ചെയ്തു. അങ്ങനെ ഈസയെ പോലെ അവർക്ക് തോന്നിയ വ്യക്തിയെ അവർ കുരിശിലേറ്റി കൊന്നുകളഞ്ഞു. അങ്ങനെ കൊന്നുകളഞ്ഞതിന് ശേഷം ആ കാര്യത്തിൽ വലിയ സംശയത്തിലാണ് അവരുള്ളത്. കാരണം അവർ പിന്നീട് ആലോചിച്ച് നോക്കുകയാണ്, ഈ കൊല്ലപ്പെട്ടത് ഈസയാണെങ്കിൽ മറ്റേ വ്യക്തി എവിടെ പോയി? ഇനി അദ്ദേഹമാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ഈസ എവിടെ പോയി? ഒരാളെ കാണാത്ത ഒരവസ്ഥ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സംശയത്തിലാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. മാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്ക് കൃത്യമായ അറിവ് ആ വിഷയത്തിൽ ഇല്ല. അവരുടെ ഊഹമാണ്, ആ ഊഹത്തെ പിന്തുടരുക മാത്രമാണ് അവർ ചെയ്യുന്നത്. ഉറപ്പായിട്ട് അവർ കൊന്നിട്ടില്ല. അവരുടെ മനസാക്ഷിയാണല്ലോ പറയുന്നത്. അല്ലാതെ ഈസാ നബി അലൈഹിസ്സലാമിനെ കൊന്നിട്ടില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. അവരുടെ മനസാക്ഷി അനുസരിച്ച് തന്നെ അവർക്ക് ആ കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല. കാരണം ഏതായാലും ഒരാളുടെ മിസ്സിങ് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതാരാണ് എന്ന് അവർക്കറിയില്ല. ഈ ഒരു അവസ്ഥയുണ്ട് എന്ന് അല്ലാഹു പറയുകയാണ്. നമുക്കാണ് അതിന് പരിഹാരമുള്ളത്. അല്ലാഹു പറയുന്നു, ഈസയെ അള്ളാഹു ഉയർത്തിയതാണ് ഇലൈഹി, അള്ളാഹുവിങ്കലേക്ക്. വകാനല്ലാഹു അസീസൻ ഹകീമ, അള്ളാഹു പ്രതാപിയാണ്, അള്ളാഹു യുക്തിമാനാണ്.
അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈസാ നബി അലൈഹിസ്സലാമിനെ വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതിനേക്കാളും ഉന്നതമായ വിശ്വാസമാണ് നമുക്കുള്ളത്. അവർ വിശ്വസിക്കുന്നത് അവരുടെ പ്രവാചകനെ യൂതന്മാരെ കുരിശിലേറ്റി കൊന്നു കളഞ്ഞുവെന്നാണ്. നമ്മൾ വിശ്വസിക്കുന്നതാകട്ടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഈസ, അള്ളാഹുവിങ്കലുണ്ട്, മേലെയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, 100 കൊല്ലം ഉറക്കിക്കിടത്തിയ സംഭവം, 309 കൊല്ലം അസ്ഹാബുൽ കഹ്ഫിനെ ഉറക്കിക്കിടത്തിയ സംഭവം. ആ അള്ളാഹുവിന് ഒരു മനുഷ്യനെ എത്ര കാലവും ജീവിപ്പിക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. അതുപോലെ തന്നെ ഈസാ നബിയുടെ കാര്യം പറയുമ്പോൾ അല്ലാഹു തആല പറയുന്ന മറ്റൊരു വിഷയമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം വഫാത്താകുന്നതിന് മുമ്പ് വേദക്കാരൊക്കെ ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈസാ നബിയെ അല്ല അവർ വിശ്വസിക്കുന്നത്, ഈസയെ ഇലാഹാക്കിയിട്ടാണ് വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനികൾ. എന്നാൽ ജൂതന്മാരാകട്ടെ ഈസായെ നബിയാണെന്ന് പോലും അംഗീകരിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നത് ഒരു ജാരസന്തതിയാണ് എന്നാണ്. എന്നിട്ട് പോലും ആ ജൂതന്മാരും ക്രിസ്ത്യാനികളും കൂട്ടായിട്ട് മുസ്ലിങ്ങളെയാണ് എതിർക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും അടുപ്പമുണ്ടാകേണ്ടത് നമ്മളോടാണ്. നമ്മളാണ് അവരുടെ നബിയെ സംബന്ധിച്ച്, അവര് ഈസയെ സംബന്ധിച്ച് നബിയാണ്, ഒരുപാട് മുഅ്ജിസത്തുകളുള്ള ഒരു മഹാനാണ്, അള്ളാഹുവിങ്കൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ വിശ്വസിക്കുന്നു. അവരുടെ പ്രവാചകനെ സംബന്ധിച്ച്, ഈസയെ സംബന്ധിച്ച് ജാരസന്തതിയാണ് എന്ന് പറയുന്ന ജൂതന്മാരുമായിട്ടാണ് ക്രിസ്ത്യാനികൾക്ക് കൂട്ട് എന്നതൊരു വിരോധാഭാസമാണ്. ഏതായാലും വയോമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദ എന്ന് കൂടി പറയുന്നുണ്ട്. ഈസാ നബി മരിക്കുന്നതിന് മുമ്പ് ഈസാ നബിയിൽ ഇവർ വിശ്വസിക്കുമെന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? അതിന്റെ താല്പര്യം ഈസാ നബി അവസാന കാലത്ത് ഇറങ്ങി വരും. എന്നിട്ട് അന്ന് ജീവിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികൾ, അതുപോലെ ജൂതന്മാർ, അവരോടൊക്കെ ഈസാ നബി അലൈഹിസ്സലാം തന്നെ നേരിട്ട് സംസാരിക്കുന്ന അവസ്ഥ വരും. അപ്പോൾ ഈസാ നബിയുടെ കാര്യം ഈസാ നബി തന്നെ പറഞ്ഞു കൊടുക്കുമ്പോ അവർ ഇതുവരെ വെച്ച് പുലർത്തിയ വിശ്വാസമൊക്കെ തെറ്റാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും എന്നാണ് പറഞ്ഞത്. അതുപോലെ ഖിയാമത്ത് നാളായാൽ അള്ളാഹു ഈസാ നബിയെ വിചാരണ ചെയ്യും. ഈസാ നബിയെ കൊണ്ടുവന്നിട്ട് ചോദിക്കും, അല്ല നീയാണോ നിന്നെയും നിന്റെ ഉമ്മയെയും ആരാധിക്കണമെന്ന് ഇവരോട് പറഞ്ഞത്? ഉമ്മിയ ഇലാഹൈൻ എന്ന് ഖുർആനിൽ അല്ലാഹു തആല ഈസാ നബിയോട് മഹ്ശറയിൽ ചോദിക്കുന്ന ചോദ്യം ഉദ്ധരിക്കുന്നുണ്ട്. ആ സമയത്ത് ഈസാ നബി പറയും, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. എന്നെ നീ നിന്റെ അടുത്തേക്ക് ഉയർത്തിക്കൊണ്ട് വന്നതിന് ശേഷം ഭൂമിയിൽ അവരെന്താണ് ചെയ്തത് എന്ന് എനിക്കറിയില്ല, അത് നിനക്കല്ലേ അറിയാവൂ എന്ന് പറഞ്ഞിട്ട് ഈസാ നബി മറുപടി പറയുകയും അവരെ കൈയൊഴിയുകയും ചെയ്യുന്ന അവസ്ഥ അല്ലാഹു തആല തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തിനാണ് ഈ രൂപത്തിൽ ഈസയെ അല്ലാഹു തആല വിചാരണ ചെയ്യുന്നത്? ഇവരെ പൂർണ്ണമായും ഉത്തരം മുട്ടിക്കാനും അവർ ചെയ്ത പൊള്ളത്തരമാണ് എന്ന് അവർക്ക് കൂടുതൽ ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഈസയെ കൊണ്ട് തന്നെ അല്ലാഹു തആല പറയിപ്പിക്കുന്നതാണ്. അതുപോലെ ഈ ജൂതന്മാർ അവർക്ക് അനുവദിച്ച പല ഭക്ഷണങ്ങളും നിഷിദ്ധമാക്കുകയുണ്ടായി. ആ കാര്യം കൂടി അല്ലാഹു തആല പറയുന്നുണ്ട്. ഒരുപാട് നല്ല ഭക്ഷണങ്ങൾ അവർ നിഷിദ്ധമാക്കി കളഞ്ഞു വരും. അങ്ങനെ അവരെ പറ്റി ഇങ്ങനെ പറഞ്ഞു പോരുകയാണ്. പിന്നെ എന്നാൽ അവരുടെ കൂട്ടത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടല്ല എന്ന് കൂടി വളരെ നിഷ്പക്ഷമായി ഖുർആൻ വിലയിരുത്തുന്നത് 162-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ലാകിൻ റാസിഖൂന ഫിൽ ഇൽമി മിൻഹും വൽ മുഅ്മിനൂന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. താങ്കളിൽ ഇറക്കപ്പെട്ട വേദഗ്രന്ഥവും അതിന് മുമ്പ് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെല്ലാം വിശ്വസിക്കുന്ന നല്ല അടിയുറച്ച പണ്ഡിതന്മാർ അവരുടെ കൂട്ടത്തിലുണ്ട്. അവർ നമസ്കരിക്കുന്നവരാണ്, അവർ സക്കാത്ത് കൊടുക്കുന്നവരാണ്, അവർ അല്ലാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ്. അവർക്ക് വലിയ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൂട്ടത്തിലെ വിശ്വാസികളെ അല്ലാഹു പ്രത്യേകം എടുത്ത് അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദിഹി വഔഹൈനാ ഇലാ ഇബ്രാഹീമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർവകാല പ്രവാചകന്മാർക്ക് വഹ്യ് കൊടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഭാഗം തുടർന്നു പോകുന്നത്. പ്രവാചകന്മാരുടെ കാര്യം പറയുമ്പോൾ അല്ലാഹു പറയുന്നത്, ചിലരുടെ കഥയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത ഒരുപാട് പ്രവാചകന്മാർ വേറെയുണ്ട്.
ഖുർആനിലാകെ 25 നബിമാരുടെ കഥയാണല്ലോ പറയുന്നത്. 1,00,000-ൽ പരം നബിമാരുണ്ട്, 300 ചില്ലാനം മുർസലീങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ 25 നബിമാരുടെ കഥ മാത്രമാണ് ഖുർആൻ എന്ത് ചെയ്യുന്നത്, പരാമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല മൊത്തത്തിൽ നബിമാരുടെ ഒരു ഓർമ്മപ്പെടുത്തലുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ നബിമാരെ അല്ലാഹു തആല അയച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടും താക്കീത് നൽകിക്കൊണ്ടും പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? നാളെ മഹ്ശറയിൽ ചെന്നാൽ അള്ളാഹുവിനെതിരെ സംസാരിക്കാനുള്ള അവസരം ആർക്കും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഓരോ ജനവിഭാഗത്തിനും പ്രവാചകന്മാരെ നിയോഗിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല എന്ന് അവർക്ക് പറയാൻ കഴിയില്ലല്ലോ. ഇതിനു വേണ്ടിയാണ് നബിമാരെ അയച്ചത് എന്ന് കൂടി അല്ലാഹു തആല പറയുന്നു. അതുപോലെ നമുക്കും റസൂല് വന്നതും ആ റസൂലിനെ വിശ്വസിക്കേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെ പറഞ്ഞു തന്നതിന് ശേഷം വീണ്ടും ക്രിസ്ത്യാനികളെ അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലാഹു തആല സംസാരിക്കുകയാണ്. നിങ്ങളുടെ ഈ ത്രിയേകത്വവാദം ശരിയല്ല. വലാ തഖൂലു സലാസ, നിങ്ങൾ ആ ത്രിയേകത്വവാദം ഉന്നയിക്കരുത്. ഇൻദഹു ഖൈറൻ ലക്കും, നിങ്ങൾ അവസാനിപ്പിക്കുക, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്നവരോട് അല്ലാഹു തആല പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതായത് ഈസാക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹുവിന്റെ ദാസനാണ് ഞാൻ എന്ന് പറയാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. എന്റെ രാജാവിനില്ലാത്ത രാജഭക്തി, ഈസാ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണെന്ന് പറയുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്ത് ജീവിച്ചു പോയിരിക്കെ നിങ്ങൾ എന്തിനാണ് ഈസയെ കൊണ്ടുപോയി പടച്ചോനാക്കുന്നത് എന്ന ചോദ്യം അല്ലാഹു തആല ചോദിക്കുകയാണ്. ഈ രൂപത്തിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഈ സൂറയുടെ അവസാന ഭാഗമായ കലാലയുടെ ആ വിധി കൂടി അല്ലാഹു തആല പറഞ്ഞു തരികയാണ്. യസ്തഫ്തൂനക ഖുലില്ലാഹു യുഫ്തീകും ഫിൽ കലാല ഇൻ ഇംറുഉൻ ഹലക ലൈസ ലഹു വലദുൻ വലഹു ഉഖ്തുൻ എന്നൊക്കെ പറഞ്ഞിട്ട് അനന്തര നിയമങ്ങളിൽ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഭാഗം ഇവിടെയാണ് അല്ലാഹു തആല പറയുന്നത്. അതായത് ഒരു വ്യക്തി മരിച്ചു, ആ വ്യക്തി മരിച്ചിട്ട് അദ്ദേഹത്തിന് മക്കളില്ല, അതുപോലെ പിതാക്കളും ഇല്ല, മേൽഘടകവും ഇല്ല, താഴെഘടകവും ഇല്ല, പിന്നുള്ളത് സഹോദര സഹോദരിമാരാണ്. എങ്ങനെയാണ് അനന്തരം എടുക്കുക? ഒരു സഹോദരി മാത്രമാണെങ്കിൽ പകുതിയാണ് അനന്തരമായി കിട്ടുക. ഇനി 2 സഹോദരിമാരല്ലേ അതിനേക്കാൾ കൂടുതൽ സഹോദരിമാരാണ് ഉള്ളതെങ്കിൽ 3/2 അനന്തരമായിട്ട് ലഭിക്കുക. എത്ര സഹോദരിമാരാണെങ്കിലും ആകെ സ്വത്തിന്റെ 3/2 അവർക്ക് വീതിച്ചെടുക്കാം. ഇനി സഹോദരിമാരും സഹോദരങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ആ സഹോദരങ്ങൾക്ക് ഇരട്ടിയും സഹോദരിമാർക്ക് പകുതിയും എന്ന രൂപത്തിൽ പെൺകുട്ടികളും ആൺകുട്ടികളും വന്നാൽ സ്വത്ത് ഓഹരി വെക്കുന്നത് പോലെ ഈ സഹോദരിമാരും സഹോദരന്മാരും മാത്രം അനന്തരമെടുക്കാനുള്ള സന്ദർഭത്തിൽ ആണിനിരട്ടിയും പെണ്ണിന് പകുതിയും എന്ന രൂപത്തിൽ അത് വീതിച്ചെടുക്കാവുന്നതാണ്. ഇനി സഹോദരന്മാരുടെ കൂട്ടത്തിൽ സഹോദരിമാരുടെ കൂട്ടത്തിലും 3 വിഭാഗമുണ്ട്. ഒന്ന് ശഖീഖായ സഹോദരൻ എന്ന് പറയും, അതായത് ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരൻ. ഈ മരിച്ച വ്യക്തിയുടെ ഉപ്പാക്കും ഉമ്മാക്കും പിറന്ന സഹോദര സഹോദരിമാർ, അതിന് ശഖീഖായ സഹോദരിമാർ എന്നാണ് പറയുക. ഇനി ഉമ്മ 2 ഉപ്പ 1, അങ്ങനെ വന്നേക്കാം. അങ്ങനെ വന്നാലും ഉപ്പയും ഉമ്മ ഒത്ത സഹോദരിമാരായാലും ഈ പറഞ്ഞത് തന്നെയാണ് വിധി. ഇനി ഉമ്മ മാത്രമൊത്ത സഹോദര സഹോദരിമാരുണ്ടാകും. 2 ഉമ്മ 1, ഉപ്പ 2 അങ്ങനെയാകുമ്പോൾ അവർക്ക് അനന്തരമില്ല. എന്നാൽ അവര് മാത്രമേ ഉള്ളൂ, ബാക്കി ആരുമില്ല, അനന്തരാവകാശികളൊന്നുമില്ല. അങ്ങനത്തെ അവസ്ഥയിൽ അത്തരത്തിലുള്ള ഒരു സഹോദരനോ ഒരു സഹോദരിയോ ഉണ്ടെങ്കിൽ, അഥവാ ഉമ്മ ഒത്തത് ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുക 6/1. ഇനി അതല്ല അവർ കൂടുതലുണ്ട്, 2 കൂടുതലോ ഉണ്ടെങ്കിൽ 3/1 അവർക്ക് നൽകുന്നതാണ്, അവരത് വീതിച്ചെടുത്തു കൊള്ളുക എന്ന വിഷയമാണ് ഈ അവസാന ഭാഗത്ത് സൂചിപ്പിച്ചു പോയത്. ഇനി നമ്മൾ സൂറ മാഇദയിലേക്ക് പ്രവേശിക്കുകയാണ്. മാഇദ തുടങ്ങുന്നത് തന്നെ വിശ്വാസികളെ നിങ്ങൾ കരാറുകൾ പൂർത്തിയാക്കണം. നിങ്ങൾ എന്ത് കരാറ് ചെയ്താലും ആ കരാർ കൃത്യമായി പാലിക്കണം. ഒരു കാരണവശാലും
കരാറ് ലംഘിക്കരുത്. ഇന്ന് നമ്മളൊക്കെ സാധാരണഗതിയിൽ ഇൻഷാ അല്ലാഹ് പറയും. പലരും കണക്കാക്കിയത് ചെയ്യാതിരിക്കാനുള്ള ഒരു മുൻകൂർ ജാമ്യമാണ് ഇൻഷാ അല്ലാഹ് എന്ന വാക്ക്. ഒരിക്കലുമല്ല. ഇൻഷാ അല്ലാഹ് എന്ന് നമ്മൾ പറയുന്നത് എന്റെ ഭാഗത്തു നിന്ന് യാതൊരു മുടക്കവും ഉണ്ടാവില്ല. ഇനി വല്ല ശരയ്യായ കാരണങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടായാൽ വരാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. ആ ഒരു മുടക്കമല്ലാതെ എന്റെ മാനസികാവസ്ഥയിൽ യാതൊരു മുടക്കവും ഞാൻ വരുത്തൂല എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ കഴിവ് കൊണ്ട് നമ്മളിങ്ങനെ ചെയ്തോളും എന്ന ധൈര്യം ഒരു കാര്യത്തിന് നമുക്ക് പാടില്ലല്ലോ. അതുകൊണ്ട് കൂടിയാണ് ഇൻഷാ അല്ലാഹ് എന്ന് നമ്മൾ പറയുന്നത്. അല്ലാതെ ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്ന വാക്കല്ല എന്ന് കൂടി മനസ്സിലാക്കുക. അതുപോലെ അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് നാൽക്കാലി മൃഗങ്ങൾ അനുവദനീയമാണ്. ആട്, മാട്, ഒട്ടകം സാധാരണ പറയാറുള്ളതാണല്ലോ. അതിൽ നിന്ന് പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതൊഴികെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്, ഹലാലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു തുടരുന്നത്. എന്നിട്ട് ഇല്ലാമായുത്തല അലൈക്കും ഗൈറ മുഹില്ലി സ്വൈരി വഅൻതും ഹുറും ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്. നിങ്ങൾക്ക് ഇഹ്റാം കെട്ടി കഴിഞ്ഞാൽ പിന്നെ വേട്ടയാടാൻ പാടില്ല. വേട്ട മൃഗങ്ങളെ നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. തിന്നാൻ പറ്റുന്ന മൃഗത്തെ വേട്ടയാടി പിടിച്ചാൽ നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഇഹ്റാമിൽ പ്രവേശിച്ച ശേഷം അഥവാ ഉംറക്കോ ഹജ്ജിനോ ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം വേട്ടയാടി ഭക്ഷിക്കാൻ പാടില്ല എന്ന് പൊതുവെ വേട്ട താല്പര്യമുള്ള നാടോടികളായ അറബികളോട് പ്രത്യേകിച്ച് അല്ലാഹു തആല ആ കാലഘട്ടത്തിൽ പറഞ്ഞതാണ്. എന്നിട്ട് എന്തേ അങ്ങനെ ഒരു നിയമം? അത് അള്ളാഹു അവൻ ഉദ്ദേശിച്ചതാണല്ലോ നിയമമാക്കുക എന്നാണ് അള്ളാഹു അതിന് ന്യായമായി പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുദില്ലു ശആയിറല്ലാഹ് വല ശഹറൽ ഹറാം വലൽ ഹദിയ. അല്ലാഹു തആലയുടെ മതചിഹ്നങ്ങൾ, ആ ചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത്. അള്ളാഹ് എന്തെങ്കിലും ഒന്ന് മതചിഹ്നമായി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് ഒരു ആദരവ് തോന്നണം. അത് മനസ്സിൽ തത്വയുള്ളതിന്റെ ഭാഗമാണ് എന്ന് മറ്റു സ്ഥലങ്ങളിലും ഖുർആനിൽ അല്ലാഹു തആല സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ത് മതചിഹ്നമാകട്ടെ, ബാങ്ക് കേൾക്കുന്നു, നിസ്സാരവൽക്കരിക്കരുത്. പള്ളി മതചിഹ്നമാണ്, ജമാഅത്ത് മതചിഹ്നമാണ്, ഹജ്ജ് മതചിഹ്നമാണ്, റമദാൻ മതചിഹ്നമാണ്, തറാവീഹ് എല്ലാം മതചിഹ്നങ്ങളാണ്. മതചിഹ്നങ്ങളായ മത അടയാളങ്ങളെ ഒരിക്കലും നിസ്സാരവൽക്കരിക്കരുത്. ആ കൂട്ടത്തിൽ വല ശഹറൽ ഹറാം, അതുപോലെ യുദ്ധം ഹറാമായ മാസങ്ങൾ, അതിനെ നിസ്സാരവൽക്കരിക്കരുത്. മറ്റു മാസങ്ങളെ പോലെ കാണരുത്. അതുപോലെ ബലിമൃഗങ്ങൾ, ഹജ്ജിന് മക്കയിലേക്ക് ബലിമൃഗങ്ങളെ ഹാജിമാര് തന്നെ കൊണ്ടുപോകുന്ന പതിവുണ്ടായിരുന്നു. വലൽ ഖലായിദ്, ആ മൃഗങ്ങൾക്ക് അടയാളമായി ഈ താലികൾ, അതിന്റെ കഴുത്തിൽ മാല കെട്ടാറുണ്ടായിരുന്നു, അടയാള താലികൾ. അതിനെ ഒന്നും നിസ്സാരവൽക്കരിക്കരുത്. ആമീനൽ ബൈത്തുൽ ഹറാം, അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിലേക്ക് ഉദ്ദേശിച്ച് പോകുന്ന തീർത്ഥാടകരെ, ഹാജിമാരെ, ഉംറയ്ക്ക് പോകുന്നവരെ, അവരെ ഒന്നും നിസ്സാരവൽക്കരിക്കരുത്. അവരെല്ലാം അള്ളാഹുവിന്റെ പൊരുത്തവും അവന്റെ അനുഗ്രഹവും നേടിക്കൊണ്ട് പോകുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് തുടരുകയാണ്. ഇനി ഇഹ്റാമിൽ നിന്ന് നിങ്ങൾ ഒഴിവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർവസ്തുതി കൈവരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പതിവ് പോലെ വേട്ടയാടലും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്നു പോകുന്നു. അള്ളാഹു പറയുന്നു, പൊതുവെ നിങ്ങൾ പരസ്പരം സഹായികളായിട്ടാണ് ജീവിക്കേണ്ടത്. എല്ലാ പുണ്യകർമ്മങ്ങൾക്കും അതുപോലെ ധർമ്മനിഷ്ഠാ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ പരസ്പരം സഹായിക്കണം. കുറ്റകൃത്യങ്ങൾക്കും അതുപോലെ അതിക്രമ പ്രവർത്തനങ്ങൾക്കും ഒരിക്കലും നിങ്ങൾ പരസ്പരം സഹായിച്ചു പോകരുത് എന്നൊക്കെ താക്കീത് ചെയ്യുകയും നല്ല കാര്യത്തിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും നമ്മുടെ ഈ ജുസ് മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് തിന്നാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെ എന്ന് അള്ളാഹു എടുത്തു പറയുകയാണ് അടുത്ത ആയത്തിൽ. ഒരു മൈത്തത്തു, നിങ്ങൾക്ക് ശവം തിന്നാൻ പാടില്ല. വസ്ദമു, രക്തം ഭക്ഷണമായി ഉപയോഗിച്ചുകൂടാ, നജസാണത്. വലഹമുൽ ഖിൻസിർ, അതുപോലെ തന്നെ പന്നി മാംസം. വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടത്, അത് നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല. മൃഗങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു അല്ലാത്തവർക്ക് പ്രഖ്യാപിക്കപ്പെട്ട പലതും റസൂലുള്ളാഹിയുടെ കാലത്ത് തന്നെ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. വിഗ്രഹങ്ങൾക്കും അതുപോലെ മറ്റു പലതിനും സമർപ്പിക്കപ്പെട്ടത്. വൽ മുൻഖനിഖത്തു, തൂങ്ങിച്ചത്തത്, ശ്വാസം മുട്ടിച്ചത്തത്, അതിനെ നിങ്ങൾക്ക് തിന്നാൻ പാടില്ല.
വൽ മൗഖൂദത്തു അടിച്ചു കൊന്നത്, വൽ മുതറദ്ദിയത്തു വീണ് ചത്തത്, ഇതിനെയൊന്നും നിങ്ങൾക്ക് തിന്നാൻ പറ്റൂല. അതുപോലെ തന്നെ പിന്നെ കുത്തേറ്റ് ചത്തത്, രണ്ട് മൃഗങ്ങൾ തമ്മിൽ കുത്തുകൂടി ഒന്ന് ചത്തുപോയി, അതിനെ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റൂല. ഇനി വേട്ട മൃഗങ്ങൾ, സിംഹം, പുലി ഇതുപോലുള്ള മൃഗങ്ങൾ പിടിച്ചിട്ട് ചത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തിന്നാൻ പറ്റൂല. ഇല്ലാമ അതൊക്കെയിട്ടും നിങ്ങൾക്ക് ജീവനോടെ കിട്ടിയിട്ട് നിങ്ങൾ അറുത്തതൊഴികെ. അതുപോലെ പ്രതിഷ്ഠകൾക്ക് വേണ്ടി അറുത്തത് നിങ്ങൾക്ക് തിന്നാൻ പറ്റൂല. അമ്പ് കൊണ്ട് ഭാഗ്യം നോക്കാനും പാടില്ല. അന്നത്തെ ഒരു പരിപാടിയായിരുന്നു അമ്പ് കൊണ്ട് ഭാഗ്യം നോക്കൽ എന്ന് പറഞ്ഞാൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിഗ്രഹം പോലും കഅബയിലുണ്ടായിരുന്നു, അവർ സ്ഥാപിച്ചിരുന്നു. എന്നിട്ട് ആ വിഗ്രഹത്തിന്റെ കയ്യിൽ ഒരുപാട് അമ്പുകൾ ആവതാഴിയിൽ ഇട്ടുവച്ചിട്ടുണ്ട്. ആ അമ്പിന്റെ ഒരു തലക്ക് ഒന്നുകിൽ ഇഫ്അൽ എന്ന് അല്ലെങ്കിൽ ലാ തഫ്അൽ എന്ന് എഴുതിയിട്ടുണ്ട്, അത് ഇപ്പുറത്തൊന്നും കാണൂല. അപ്പൊ ചില പ്രത്യേക കർമ്മങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്ന വ്യക്തി ആ വിഗ്രഹത്തിന്റെ അടുത്ത് പോയി അതിൽ നിന്നൊരു അമ്പ് വലിച്ചെടുക്കുകയും അതിൽ ഇഫ്അൽ നീ ചെയ്തോ എന്നാണ് എഴുതിയതെങ്കിൽ ചെയ്യുകയും ലാ തഫ്അൽ എന്നാണ് എഴുതിയതെങ്കിൽ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഗുണദോഷങ്ങൾ നോക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇന്ന് അത് വേറെ രൂപത്തിലാണ് ചെയ്യുന്നത്. പല ജ്യോത്സ്യന്മാരെയും സമീപിച്ചിട്ട് എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും മകളുടെ കല്യാണം, അതുപോലെ വീട് നിർമ്മാണം, ഗൾഫ് യാത്ര, കച്ചവടം, ഇതൊക്കെ ഗുണദോഷങ്ങൾ പരിശോധിച്ചതിന് ശേഷം ജ്യോത്സ്യന്മാരെ സമീപിച്ചതിന് ശേഷം ചെയ്യുന്ന പരിപാടി എങ്കിൽ അവ വിലക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അതൊക്കെ കുറ്റമാണ്. അൽയൗമ യഇസല്ലദീന കഫറു എന്ന് പറഞ്ഞുകൊണ്ട് പരിപൂർണമായി അവരിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കാനും ഇത്തരം ആദർശ ബന്ധങ്ങൾ ഒന്നും പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ആദർശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തുടരുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ്. അതായത് ഇന്നിതാ നിങ്ങളുടെ ദീന് ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അത്മംതു എന്നും അക്മൽതു എന്നും രണ്ട് പ്രയോഗമുണ്ട്. ഇക്മാൽ വേറെയാണ്, ഇത്മാം വേറെയാണ്. ഇത്മാം എന്ന് പറഞ്ഞാൽ ഈ ദീന് കൈവെക്കാത്ത, പരിശുദ്ധ ഖുർആൻ കൈവെക്കാത്ത, ദീനിൽ വിധി വിലക്കുകളില്ലാത്ത ഒരു വിഷയവും ഇല്ല. എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊണ്ടതാണ് നമ്മുടെ ദീന്. ഇത് നമ്മുടെ ദീനിൽ ഇല്ലാതെ പോയി എന്ന് പരിതപിക്കേണ്ട ഒരവസ്ഥയില്ല. അതുപോലെ തന്നെ ദീൻ ഇടപെട്ട് പറഞ്ഞ കാര്യങ്ങൾ അതിനേക്കാൾ അപ്പുറം നന്നായി പറയാൻ ആർക്കും കഴിയില്ല. ദീന് പറഞ്ഞത് പരിപൂർണമാണ്. അപ്പോൾ ഇക്മാലുണ്ട്, ഇത്മാമുണ്ട്. പിന്നെ നിങ്ങൾ വേറെടുത്തേക്ക് എന്തിനു പോകണം? ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നതാണ് ദീനുൽ ഇസ്ലാമിനെ. അതുകൊണ്ട് നിങ്ങൾ ഇത് വിട്ടു പോകരുതേ എന്ന കനപ്പെട്ട ഉപദേശം അല്ലാഹു തആല നൽകുകയാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ദിക്റിൽ നമ്മൾ പറയാറുള്ളത് റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യ. വളരെ പ്രധാനപ്പെട്ട ദിക്റാണ്. നമ്മൾ അല്ലാഹുവിനോട് പറയാണ്, എനിക്ക് റബ്ബായിട്ട് റബ്ബേ നീ മതി. റബ്ബാകാനുള്ള എല്ലാ യോഗ്യതയും ഉള്ളവനാണ് നമ്മുടെ റബ്ബ്. അതുപോലെ ദീനാകാനുള്ള എല്ലാവിധ യോഗ്യതയും ഉള്ളതാണ് നമ്മുടെ ഇസ്ലാം ദീൻ. എന്തിന് വേറെ ഒന്നും. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മതി നമുക്ക് ദീന് പഠിപ്പിക്കാൻ. റസൂലിനെ ദീനായിട്ട്, റസൂലിനെ റസൂലായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി പഠിപ്പിച്ചതും വേണം, എവിടെ നിന്നോ വന്ന ഏതോ ഒരു പുരോഹിതൻ പറഞ്ഞതും വേണം. രണ്ടും കൂടി കൂടിയതാണ് ദീന് എന്ന് വിശ്വസിച്ചാൽ ഒരിക്കലും തന്നെ അദ്ദേഹം റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യ എന്ന തത്വം അംഗീകരിച്ചവനാവുകയില്ല. ഇത് അംഗീകരിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. നാളെ മരിച്ചിട്ട് ഖബറിൽ കിടക്കുമ്പോ അള്ളാന്റെ ഒരു ചോദ്യമുണ്ട്. മലക്കുകളെ പറഞ്ഞയച്ചിട്ട് മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? ഈ ചോദ്യത്തെ കുറിച്ച് എല്ലാവരും നല്ല ഗൗരവത്തിൽ ആലോചിക്കണം. വളരെ നിസ്സാരമായ 3 ചോദ്യമാണ്. പെട്ടെന്ന് മറുപടി പറയാൻ കഴിയുകയും ചെയ്യും. ഇപ്പൊ കുട്ടികളൊക്കെ PSCയിലൊക്കെ ജയിച്ച് വലിയ റാങ്ക് വാങ്ങുന്നുണ്ട്. 100 കണക്കിന് ചോദ്യം, ഉത്തരേതാൻ എന്ത് പ്രയാസ? ഇതാകെ 3-4 ചോദ്യമേ ഉള്ളൂ. അത് മലക്കുകള് ചോദിക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചില കവർ പുറത്തൊക്കെ ആ സമയത്ത് തത്സമയം ട്യൂഷൻ എടുക്കുന്നുണ്ട്. എന്ത് ചൊല്ലി കൊടുക്കുന്നുണ്ട്. ഒരാൾ ഇരുന്നിട്ട് ഇസ്ലാമിൽ അങ്ങനെ ഇല്ലെങ്കിൽ ചൊല്ലി കൊടുക്കുന്ന പരിപാടിയില്ല.
ഇദാ ജാഅക്കൽ മലക്കാനി മുഅദ്ദമാനി അൽ മുസമ്മയാനി ബിൽ മുൻകരി വനകീരിൻ അലൈഹിമുസ്സലാം വാജിദസാക വൈകവാക വസഅലാക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പോലും എന്റെ ഈ 3 ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാത്തത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. എന്താ വിഷയം? സ്പോട്ടിൽ മറുപടി പറയുന്ന ചോദ്യം ഇത്. മൻ റബ്ബുക എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം നീ ആരെയാണ് ജീവിതത്തിൽ റബ്ബാക്കിയതെന്നാണ്. കണ്ടവരോടൊക്കെ ദ്വാരിക്കുകയും പ്രശ്നങ്ങൾ പറയുകയും ചെയ്ത ഒരു വ്യക്തിക്ക് ആ രേഖയുമായിട്ട് ആ മലക്കുകൾ വരുന്നത് ഇവന്റെ ജീവിത രേഖയായിട്ടാണ് വരുന്നത്. അവിടെ എങ്ങനെയാ എന്റെ റബ്ബ് അള്ളയാണെന്നോ പറയാം? എന്റെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞാൽ ഇന്ന ദിവസം ഇന്ന അടുത്ത് വെച്ച് ഇന്ന പ്രയാസം ഉണ്ടായപ്പോ നീ ആരെയാ വിളിച്ചത് കേൾക്കൂലേ? അതിന് മറുപടി പറയേണ്ടി വരൂലേ? അപ്പോ ആ അത്തരം ആളുകൾക്ക് മറുപടി പറയാൻ കഴിയില്ല. അതുപോലെ റസൂലുള്ളാഹി പഠിപ്പിച്ചതും അല്ലാത്തതും ഒക്കെ കൂട്ടിക്കുഴച്ചിട്ട് ദീനായിട്ട് കൊണ്ടു കിടക്കുന്ന ആള് എന്റെ നബി റസൂലാണെന്ന് എങ്ങനെ പറയാൻ കഴിയുക? ആ നബിയുടെ കൂടെ, റസൂലിന്റെ മുഹമ്മദ് നബിയുടെ കൂടെ ഒരുപാട് പുരോഹിതന്മാരെയും കൂടി ചേർത്ത് വെച്ചതാണ് അവന്റെ റസൂൽ. അവർക്ക് ദീന് പഠിപ്പിച്ചത് അങ്ങനെയാണ്. അതുപോലെ ഇസ്ലാം ദീനിൽ അള്ളാഹ് പഠിപ്പിച്ചത് മാത്രമല്ല ഉള്ളത്, ഒരുപാട് വിദ്യാർത്ഥികൾ ചേർത്ത് വെച്ചതാണ്. അവരെങ്ങനെയാ പറയാ എന്റെ ദീൻ ഇസ്ലാമാണെന്ന്? അതുകൊണ്ട് ആത്മാർത്ഥമായി ലൈഫ് കൊണ്ട് പറയണം, നാവ് കൊണ്ട് മാത്രമല്ല, ലൈഫ് കൊണ്ട്, ജീവിതം കൊണ്ട് പറയണം. അത് ജീവിതം കൊണ്ട് പറയാൻ കഴിഞ്ഞാൽ ഖബറിൽ വെച്ച് മറുപടി പറയാൻ കഴിയും, ഇല്ലെങ്കിൽ രക്ഷപ്പെടൂല എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നത്. പിന്നെ വീണ്ടും കല്യാണത്തിന്റെ ഭാഗം വരുന്ന സമയത്ത് അല്ലാഹു തആല മാന്യമായിട്ടായിരിക്കണം വൈവാഹിക ബന്ധമുണ്ടാകേണ്ടത്. ആരും രഹസ്യവേഴ്ച ചെയ്യരുത്. വ്യഭിചാരം പോലെ തന്നെ നിഷിദ്ധമാണ് അത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ എന്താ പറയാ, പിന്നെ രഹസ്യമായി ബന്ധമുണ്ടാക്കി വെക്കുക, അത് ഭാര്യയായിട്ട് തന്നെ സങ്കല്പിക്കുക, എന്നാൽ ആർക്കോട്ട് അറിഞ്ഞും കൂടാ. ആ രൂപത്തിലുള്ള രഹസ്യ ബന്ധങ്ങളൊന്നും പാടില്ല. പരസ്യമായ വൈവാഹിക ജീവിതം അത് മാത്രമേ പാടുള്ളൂ എന്ന് കൂടി അള്ളാഹു സൂചിപ്പിക്കുന്നു. പിന്നെ ഒളുവിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ നമസ്കരിക്കുകയാണെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലാ സ്വലാ, നിങ്ങൾ നമസ്കാരം ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫർസിലൂ വുജൂഹക്കും, മുഖം കഴുകണം, വൈദിയക്കും എന്ന് പറഞ്ഞിട്ട് ഒളുവിന്റെ രൂപം അല്ലാഹു തആല കൃത്യമായി പറഞ്ഞു തരികയാണ്. ഒളുവിന്റെ രൂപം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാക്ടിക്കലായി സഹാബത്തിനെ പഠിപ്പിക്കുകയും സഹാബത്ത് ആ രൂപത്തിൽ തന്നെ വെള്ളം കൊണ്ടുവരൂ, ഒതുവെടുത്ത് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒതുവെടുത്ത് കാണിച്ചു കൊടുക്കുകയും ആ രൂപത്തിൽ തലമുറകൾ കൈമാറി നമ്മൾ വരെ എത്തി എല്ലാവരും കൃത്യമായി ഒതു ചെയ്യുകയാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിലൊക്കെ ചില അപാകതകൾ ഒതുവിന്റെ രംഗത്ത് സംഭവിക്കാറുണ്ട്. 3 തവണ മുൻകൈ കഴുകണം എന്ന് പഠിപ്പിക്കപ്പെട്ട നമ്മളിൽ പലരും ഇന്ന് ഒതു ചെയ്യുന്ന സമയത്ത് 3 തവണ കൈ കഴുകുന്നത് കാണാറില്ല. ഒരു 100 ആൾ ഒതു എടുക്കുമ്പോ കുറച്ച് ആളുകൾ മാത്രമാണ് 3 തവണ കഴുകുന്നത്. ടേപ്പ് അവിടെ തുറന്നിടും, അവിടെ കൊണ്ടുപോയി കുറെ സമയം ഇങ്ങനെ ആക്കും. ഇങ്ങനെ ആക്കിയാല് അത് 3 തവണയായോ? ഇല്ലല്ലോ. 3 തവണയാകണമെങ്കിൽ വളരെ കുറച്ച് മാത്രമേ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുദ്ദ വെള്ളം കൊണ്ട് ഒതു ചെയ്തു എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. കൂടുതൽ വെള്ളം ഉപയോഗിച്ച സഹാബിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാസിച്ചതായി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ വെള്ളം തുറന്നിട്ട് വെള്ളം കയ്യിലെടുത്ത് ഒരു വട്ടം ബിസ്മി ചൊല്ലി അങ്ങനെ കൈ കഴുകിയതിന് ശേഷം രണ്ടാമത് പിന്നെ വെള്ളം എടുത്ത് കഴുകി, അങ്ങനെ 3 വട്ടം കഴുകണം. അതുപോലെ വായിൽ വെള്ളം കൊപ്പിടിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും 2 കൈക്കും പണിയുണ്ട്. വലത്തെ കൈ കൊണ്ട് വായിൽ വെള്ളാക്കുന്നു, അത് ആ വലത്തെ കൈയിലുള്ള വെള്ളം തന്നെ ശ്വാസം കൊണ്ട് മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്നു. നോമ്പുകാർ അത് ശക്തമായി വലിച്ചു കയറ്റരുത് എന്ന് വരെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇടത് കൈ കൊണ്ടാണ് മൂക്ക് പിഴിഞ്ഞു കളയേണ്ടത്, വായിലുള്ള വെള്ളം ഒപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷെ അധികം ആളുകൾ ഒതുവെടുക്കുമ്പോ വലത്തെ കൈ കൊണ്ട് തന്നെ വായിൽ വെള്ളാക്കുകയും 2 വിരലും മൂക്കിലിടുകയുമാണ് ചെയ്യാറുള്ളത്. അപ്പൊ സുന്നത്ത് പഠിക്കും അങ്ങനെ തന്നെ പറയേണ്ടി വരും. വായിൽ വെള്ളം ഒപ്പിടിക്കുക, മൂക്കിൽ 2 വിരലിടുക. നമ്മുടെ രൂപത്തിലാണ് ഒതുവെങ്കിൽ അങ്ങനെയല്ല. മൂക്കിന് വെള്ളം കയറ്റി ഇടത് കൈ കൊണ്ട് പിഴിയുകയാണ് വേണ്ടത്. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. സുന്നത്തനുസരിച്ച് കൃത്യമായി ഒതുവെടുക്കാൻ പഠിച്ചേ പറ്റൂ. അല്ലാതെ ഏതെങ്കിലും രൂപത്തിൽ ഒതുവെടുത്താൽ ആ ഒതുവിന്റെ പൂർണ്ണമായ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതുപോലെ നീതിപൂർവം നിലകൊള്ളണം, നിങ്ങൾ എപ്പോഴും നീതിയുടെ പക്ഷത്തായിരിക്കണം എന്ന ഉപദേശവും അല്ലാഹു തആല ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും.
അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഉസ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. എപ്പോഴും അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്ത് നിങ്ങൾ ഓർമ്മിക്കണം. അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തലാണ്. നിഅമത്ത് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുക. കിട്ടുന്നതൊക്കെ ഇങ്ങനെ ആസ്വദിക്കുക. നമ്മുടെ ആരോഗ്യം ഏതെല്ലാം രൂപത്തിലാണ് അള്ളാഹു നമ്മെ, ഭക്ഷണ രംഗമാകട്ടെ, വാഹനമാകട്ടെ, വീടാകട്ടെ, സമാധാന അന്തരീക്ഷമാകട്ടെ, എല്ലാം അനുഗ്രഹത്തിന്റെ മേൽ അനുഗ്രഹമായി നമ്മെ അള്ളാഹു താല ആസ്വദിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത്തരം അനുഗ്രഹങ്ങളെല്ലാം ഓർമ്മിക്കാൻ അള്ളാഹു താല ആവശ്യപ്പെടുന്നു. വീണ്ടും അള്ളാഹു താല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്ത ഒരു പ്രത്യേക അനുഗ്രഹത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഇത് ഹമ്മ ഖൗമൻ യബ്സുതു ഇലൈക്കും ഐദിയഹും ഫഖഫ ഐദിയഹും അൻകും. അള്ളാഹു താല തന്നെ നേരിട്ട് കൈ പിടിച്ചു വെച്ച സന്ദർഭം അള്ളാഹു സൂചിപ്പിക്കുകയാണ്. ഇത് ഒരു യുദ്ധവേളയിൽ, യുദ്ധവേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരു ഗ്രാമപ്രദേശത്ത് വിശ്രമിക്കുന്ന സമയത്ത് ഒരു അഅറാബി വരികയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മരത്തിൽ തൂക്കിയിട്ട വാള് എടുക്കുകയും നിന്നെ ആര് രക്ഷിക്കുമെന്ന് റസൂലുള്ളാഹിയോട് ചോദിക്കുകയും ചെയ്ത ഒരു രംഗം. റസൂലിനെ കൊല്ലാൻ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി. ആ സമയത്ത് അല്പം പോലും പതറാതെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്നെ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന്. ഉടനെ ആ പിടിച്ച കൈയുടെ ശക്തി നഷ്ടപ്പെട്ടു പോയി. വാള് പിടിക്കണമെങ്കിൽ ശക്തി വേണമല്ലോ. അള്ളാഹു അത് പിൻവലിച്ചു. വാള് നിലത്ത് വീണുപോയി. റസൂലുള്ളാഹി അതെടുത്തിട്ട് നിന്നെ ആര് രക്ഷിക്കുമെന്ന് ചോദിക്കുന്ന ഒരു രംഗവും അദ്ദേഹത്തിന്റെ ദയനീയമായ പതറലും ഇതെല്ലാം നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ജൂതന്മാർ മദീനയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വലിയ പാറക്കല്ലുരുട്ടി തലയിലിട്ട് കൊല്ലാൻ പ്രേരിടുകയും ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടഞ്ഞു നിർത്തിയിട്ട് അങ്ങോട്ട് നടക്കരുത് എന്ന പറഞ്ഞതുമൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ പല തവണ റസൂലിനെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ അള്ളാഹു തആല നേരിട്ട് ഇടപെട്ട് വല്ലാഹു യാസിമുക മിനന്നാസ്, അള്ളാഹ് സംരക്ഷിച്ചോളും നിന്നെ എന്ന് റസൂലിനോട് തന്നെ അള്ളാഹു തആല പറഞ്ഞത് ഖുർആനിലുണ്ടല്ലോ. ഇതൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ആയത്തുകൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ ബനു ഇസ്രായേലിയർക്ക് അള്ളാഹു ചെയ്ത ഒരു പ്രത്യേകമായ അനുഗ്രഹം കൂടി അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. അതായത് അവര് 12 കുടുംബമുണ്ട്. ആ 12 കുടുംബത്തിൽ നിന്ന് ഓരോ പ്രതിനിധികളെ പ്രത്യേകമായി തെരഞ്ഞെടുക്കുകയും ആ കുടുംബത്തിന്റെ പരിപൂർണ അധികാരം അവർക്ക് നൽകുകയും അങ്ങനെ മൊത്തത്തിലുള്ള ആളുകളോട് കരാറ് വാങ്ങാനും ഒക്കെ ആ കരാറിൽ പങ്കെടുക്കാൻ ഈ 12 നഖീബുമാർ, അതായത് അൽ അമീൻ എന്നാണ് നഖീബിന്റെ അർത്ഥം. അൽ അമീനു അസ്സാദിഖ് അല്ലെങ്കിൽ അൽ-ളാമി എന്നൊക്കെയാണ് അതിൽ തഫ്സീറുകളിൽ അർത്ഥം പറയാറുള്ളത്. ആ കുടുംബത്തിന്റെ ഉത്തരവാദി. അങ്ങനെ അവരോട് കരാറ് വാങ്ങിയതും ഒക്കെയാണ് പറയുന്നത്. അതായത് നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും മുർസലീങ്ങളെ വിശ്വസിക്കുകയും ഒക്കെ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും എന്നുള്ള ഉപദേശ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഹ്ലുൽ കിതാബിന് വേണ്ടി കൂടിയാണല്ലോ നിയോഗിച്ചത്. അതുകൂടി അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വേദക്കാരെ, നിങ്ങൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെല്ലാം ശരിവെച്ചുകൊണ്ടു നിങ്ങൾ ഈ മാറ്റിമറച്ച കാര്യങ്ങളും മറച്ചു വെച്ച കാര്യങ്ങളൊക്കെ വെളിച്ചത്താക്കിക്കൊണ്ടു പുതിയ വേദഗ്രന്ഥവുമായി നിങ്ങൾക്കിതാ പ്രവാചകൻ വന്നിരിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുകയും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീണ്ടും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന രംഗങ്ങളൊക്കെ തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മസീഹുബ്നു മറിയം, മസീഹുബ്നു മറിയമാണ് അള്ളാഹു എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളെ തുടരെ അല്ലാഹു തആല വിമർശിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അവരോട് അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണ് മസീഹ് അള്ളയാണെന്ന് പറയുക, മറിയമിനെയും
മസീഹിനെയും അള്ളാഹു ഉപദ്രവിക്കാൻ തീരുമാനിച്ചാൽ, അവർക്ക് വല്ല ദോഷവും ബാധിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചാൽ ആരുണ്ട് അള്ളാഹുവിനെ തടുത്തു വെക്കാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരുടെ വാദത്തെ അള്ളാഹു ഖണ്ഡിക്കുകയാണ്. അതുപോലെ യഹൂദികളും നസാറാക്കളും പറഞ്ഞു, നഹ്നു അബ്നാഉല്ലാഹ്, ഞങ്ങൾ അള്ളാന്റെ കുട്ടികളാണ്. ഇങ്ങനെ ഒരു പറച്ചിലുണ്ടല്ല, സ്വന്തക്കാരി എന്ന അർത്ഥത്തിൽ ഞങ്ങൾ അള്ളാന്റെ കുട്ടികളാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും അള്ള ചെയ്യൂല, അള്ളാന്റെ പ്രിയക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ സ്വന്തക്കാരായി ചമയുന്ന അവസ്ഥയെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അള്ള പറയാണ്, അങ്ങനെയാണെങ്കിൽ ഈ ജൂതന്മാർക്ക് ഒരുപാട് ശിക്ഷകൾ വന്നിട്ടുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പല അനർത്ഥങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ, അങ്ങനെ അള്ളാന്റെ കുട്ടികളാണെങ്കിലേ അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അവരെ ഗണ്ണിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞതും നമുക്ക് കാണാൻ കഴിയും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബനൂ ഇസ്രായേലിന്റെ സംഭവം പറയുമ്പോൾ അല്ലാഹു തആല പറയുന്നത്, ലോകരിൽ വളരെ ഉന്നതന്മാരായി നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പല രാജാക്കന്മാരെയും ഉണ്ടാക്കിയിട്ടുണ്ട്, ലോകത്തൊന്നും കൊടുക്കാത്ത അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനത്തെ നിങ്ങളോട് നിങ്ങളല്ലേ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാത്തത്? അതല്ലേ നിങ്ങളുടെ യഥാർത്ഥ സ്ഥലം? അവിടെയല്ലേ നിങ്ങൾ പോകേണ്ടത്? അതായത് മിസ്റിൽ വെച്ചാണല്ലോ ഈ ഫിർഔനിന്റെ മർദ്ദനത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷപ്പെടുത്തിയത്. ഇസ്രായേലിയർ എങ്ങനെ മിസ്റിലെത്തി? ഇസ്രായേലിയർ യാക്കൂബിന്റെ മക്കളല്ലേ? യാക്കൂബ് നബി ഇസ്ഹാഖ് നബിയുടെ മോനല്ലേ യാക്കൂബ് നബി? ഇസ്ഹാഖ് നബി ഇബ്രാഹിം നബിയുടെ മകൻ. അപ്പൊ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബ്, യാക്കൂബിന്റെ സന്താന പരമ്പരയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിയർ. എന്നാൽ ഈ യാക്കൂബിന്റെ സന്താന പരമ്പര ഉണ്ടാകേണ്ടത് ഫലസ്തീനിലാണ്, ബൈത്തുൽ മുഖദ്ദസിലാണ്, അവിടെയാണ് കേന്ദ്രം. ഇവർ പിന്നെ എങ്ങനെ മിസ്റിലെത്തിയത്? ഇവര് മിസ്റിലെത്തിയത് നമുക്കറിയാം. യാക്കൂബ് അലൈഹിസ്സലാമിന്റെ ഒരു മകൻ യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാമിനെ മൂത്ത മക്കൾ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലിട്ടു. പൊട്ടക്കിണറ്റിൽ നിന്ന് കച്ചവടക്കാരെടുത്ത് മിസ്ർ കൊണ്ടുപോയി വിറ്റു. അങ്ങനെ മിസ്റിൽ യൂസുഫ് രാജാവായി. നാട്ടിലാണെങ്കിൽ ദാരിദ്ര്യം വന്നു. ആ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബൈത്തുൽ മുഖദ്ദസ് കേന്ദ്രീകരിച്ച ഫലസ്തീൻ അവരുടെ ജന്മസ്ഥലം ഒഴിവാക്കിയിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പിതാവും അതുപോലെ മൂത്ത മക്കളും എല്ലാം മിസ്റിൽ വന്ന് താമസിച്ചതാണ്. അങ്ങനെയാണ് ഇസ്രായേലിയർ മിസ്റിലെത്തുന്നത്. ആ മിസ്റിൽ നിന്ന് ചെങ്കടൽ പിളർത്തി അവരെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയപ്പോ അവരോട് അല്ലാഹു തആല പറഞ്ഞു, ഇനി നിങ്ങൾ തിരിച്ച് മിസ്റിലേക്കല്ല പോകേണ്ടത്. നിങ്ങളുടെ ഒരു ഭൂമിയുണ്ട്, ബൈത്തുൽ മുഖദ്ദസ് ഉണ്ട്, അവിടെ അത് പരിപാലിക്കണം. അത് അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ വിഗ്രഹാരാധകരായ ആളുകൾ കൈയടക്കി വെച്ച് അവരാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രാജ്യത്തേക്ക്, തറവാട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന കൽപ്പന. ആ കൽപ്പന വന്നപ്പോ ഇസ്രായേലിയർ എന്താ പറഞ്ഞത്? അവിടെ വലിയ കല്ലന്മാരായ രാജാക്കന്മാരാണ് ഭരിക്കുന്നത്, ഞങ്ങള് അങ്ങോട്ട് പോകൂല. നിങ്ങൾക്ക് കണക്കാക്കിയതാണ് എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞത്, ഞങ്ങൾ അങ്ങോട്ട് പോകൂല, അവിടെ കൗമൻ ജബ്ബാരി ഉണ്ട് എന്ന്, വലിയ മല്ലന്മാരായ ആളുകളാണ് അവിടെ താമസിക്കുന്നത്, അവരെ നിങ്ങൾ പോയിട്ട് അവിടെ നിന്ന് പുറത്താക്കിയാൽ, മൂസയോട് പറയാണ്, മൂസാ നബിയോട് പറയാണ് ഇസ്രായേലിയർ, നിങ്ങൾ പോയിട്ട് പുറത്താക്കുക. നിങ്ങൾ എങ്ങനെ പുറത്താക്കുക? നിങ്ങളും അള്ളയും പോയിട്ട് യുദ്ധം ചെയ്തോ? ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തിട്ട് അവരെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനൊന്നും ഞങ്ങളില്ല, എല്ലാം വിളമ്പി തന്നാലും ഞങ്ങൾ തിന്നാം എന്ന മട്ടിലാണ് ഇസ്രായേലിയർ മൂസാ നബി അലൈഹിസ്സലാമിനോട് പ്രതികരിച്ചത്. അപ്പൊ അല്ലാഹു തആലയോട് മൂസാ നബി പറഞ്ഞു, അല്ലാഹ്, എനിക്ക് എന്റെ കാര്യം മാത്രമേ പറയാൻ കഴിയൂ, എന്റെ സഹോദരൻ ഹാറൂന്റെ കാര്യവും പറയാം, അല്ലാതെ ഇവരുടെ കാര്യം ഏറ്റെടുക്കാൻ എനിക്ക് കഴിയില്ല റബ്ബേ എന്ന് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകൻ അണികളെ പറ്റി പറയേണ്ടി വരുന്ന ഒരു ദയനീയ അവസ്ഥ അല്ലാഹു തആല പറയുകയാണ്. ഈ ഫാസിഖീങ്ങളായ ആളുകളെ
ഒന്ന് വേർപിരിക്കണേ അല്ല, എനിക്ക് ഇവരെ കൊണ്ട് ഈ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് വേവലാതി പറയുന്ന ഒരു രംഗം. ആ സമയത്താണ് അള്ളാഹ് പറഞ്ഞത് 40 കൊല്ലം ഇനി അവർക്ക് ബൈത്തുൽ മുഖദ്ദസ് ഇല്ല. അവർ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കട്ടെ. അങ്ങനെ ഇസ്രായേലിയർ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്ന അവസ്ഥ കൂടി അല്ലാഹു തആല ഇതിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം കൈയൊഴിഞ്ഞ ഇസ്രായേലിയരാണ് റസൂലെ മദീനയിൽ വന്ന് നിങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്നത് എന്ന് റസൂലിനോട് പറയാൻ വേണ്ടിയാണ് ഈ കഥ അല്ലാഹു തആല ഇവിടെ ഉൾപ്പെടുത്തുന്നത്. അഥവാ അവർക്ക് വേണ്ടി തന്നെ ഒരു പ്രവാചകനെ നിയോഗിക്കുകയും ഒരുപാട് മൊഴിച്ചിറത്തുകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് ആ മൂസാ നബിയെ എതിർക്കുകയും വല്ലാതെ വിഷമിപ്പിക്കുകയും ചെയ്ത ആ വിഭാഗമാണ്, അവരുടെ പിന്മുറക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ എതിർക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവരോട് ഒരു കഥ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിനോട് പറയാൻ ഒരു കഥ പറഞ്ഞു കൊടുക്കുക. എന്താ കഥ? ആദം അലൈഹിസ്സലാമിന്റെ 2 മക്കളുടെ കഥ നമുക്കറിയാം. ഒരാൾ മറ്റൊരാളെ കൊന്നത്, ഹാബീലും ഖാബീലും തമ്മിലുള്ള ആ കഥ. യഥാർത്ഥത്തിൽ കൊലയാളി ആരാണ്, കൊല്ലപ്പെട്ടതാരാണ്, സ്വഹീഹായ റിപ്പോർട്ടുകളൊന്നും ഇല്ല. എന്നാലും ചില തഫ്സീറുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഹാബീലാണ് കൊലയാളി, കൊല്ലപ്പെട്ടത് ഹാബീലാണ് എന്ന് മനസ്സിലാക്കും. എന്തായിരുന്നു വിഷയം? എന്തിനാണ് ഈ കഥ ഇവിടെ അല്ലാഹു തആല പറയുന്നത്? അതായത് ഹാബീലിനെ ഒരു മകൻ അടുത്ത മകനെ കൊല്ലാനുള്ള കാരണം, ആ കൊല്ലപ്പെട്ട ആള് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ആരുണ്ടായ പ്രശ്നം എന്താണ്? അവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. ഒരു കല്യാണ പ്രശ്നമാണെന്നൊക്കെ ചില തഫ്സീറുകളിൽ കാണാം. ഏതോ ആകട്ടെ, അവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോ അന്ന് സത്യവും അസത്യവും മനസ്സിലാക്കാനുള്ളത് അവരുടെ ശരീരത്തിൽ കുർബാന നടത്തണം. എന്താണ് ഈ കുർബാന പരിപാടി? കുർബാന പരിപാടി എന്ന് പറഞ്ഞാൽ സമ്പത്ത് എടുത്തിട്ട് പാവങ്ങൾക്ക് ധർമ്മം ചെയ്യലൊന്നുമല്ല. അന്ന് അങ്ങനെ കൊടുക്കാൻ ജനങ്ങളില്ലല്ലോ, വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. ഇതിൽ ഒരാൾ കൃഷിക്കാരനാണ്. ഹാബീല് നല്ല ആടിനെ വളർത്തുന്ന ആളാണ്. ഹാബീല് കൃഷിക്കാരനാണ്. അപ്പോ ഇവര് തമ്മിൽ ഈ വിഷയത്തിൽ തർക്കമായപ്പോ എന്നാ പിന്നെ നമ്മളെ കുർബാന നടത്തിയാലോ എന്ന് ചോദിച്ചു. രണ്ടുപേരും അത് അംഗീകരിച്ചു. കുർബാന നടത്തൽ എങ്ങനെയാ? ഓരോരുത്തരും വളരെ നല്ല അവരുടെ ഇഷ്ടപ്പെട്ട സമ്പത്തിന്റെ കുറച്ച് ഭാഗം കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് അവർക്ക് ചെയ്യാനുള്ള ചില പരിപാടികളൊക്കെ ഉണ്ട്. അവരുടെ ശരീരത്തിൽ അതുണ്ട്. അങ്ങനെ അതവര് ചെയ്യുക. അങ്ങനെ ചെയ്താൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു തീ വരും. തീ വന്നിട്ട് അള്ളാഹു സ്വീകരിച്ചത് ഏതാണോ അതങ്ങ് തിന്നു കളയും, അതങ്ങ് കത്തിച്ചു കളയും. ഇതാണ് കുർബാന, അന്ന് നിലവിലുള്ള കുർബാന. എന്നാ പിന്നെ നമ്മൾ ഇത് നടത്തിയാലേ എന്ന് ചോദിച്ചു. ഹാബീലും കാബീലും 2 പേരും തയ്യാറായി. ഹാബീല് അദ്ദേഹത്തിന്റെ ആടുകളുടെ കൂട്ടത്തിൽ വളരെ നല്ല ഒരാടിനെ കുർബാനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് വെച്ചു. കാബീലാകട്ടെ അദ്ദേഹത്തിന്റെ കൃഷിയിൽ നിന്ന് വളരെ മോശമായത്, ഏതായാലും കത്തിപ്പോന്നതല്ലേ എന്ന രൂപത്തിൽ വളരെ മോശമായതാണ് അദ്ദേഹം കൊണ്ടുവന്ന് വെച്ചത്. അങ്ങനെ കൊണ്ടുവന്ന് വെച്ചപ്പോ ഇതിന്റെ ഒത്ത നടുക്ക് ഈ അഗ്നി വന്നിറങ്ങുകയും അങ്ങനെ ഹാബീൽ കൊണ്ടുവച്ച ആടിനെ അല്ലാഹു തആല സ്വീകരിക്കുകയും ആ കുർബാന ശരിയാവുകയും ചെയ്തു. ഇതങ്ങനെ ശരിയായപ്പോ പിന്നെ കാബീലിന് പ്രശ്നമായി. എന്താ പ്രശ്നം? ബാക്കി കുറച്ച് ആൾക്കാരുണ്ടല്ലോ, കുടുംബത്തിന് പോകണ്ടേ, വിവരമായിട്ട് പോകട്ടെ. അങ്ങനെ പോകുമ്പോ അവിടെ ഹാബീൽ അംഗീകരിക്കപ്പെടുകയും ഹാബീൽ തള്ളപ്പെടുകയും ചെയ്യും. ഇതാണ് വിഷയം. മനുഷ്യന്റെ തുടക്കം മുതലുള്ള വിഷയം ഇതാണ്. അസൂയയാണ്, പകയാണ്. എന്റത് സ്വീകരിക്കാത്തത് എന്റെ മോശം കൊണ്ടാണ് എന്ന് സമ്മതിക്കാൻ മനസ്സ് സമ്മതിച്ചില്ല. അപ്പോൾ ഹാബീല് പറഞ്ഞതാണ്, നിന്നെ ഞാൻ കൊല്ലൂ. ഹാബീല് ചോദിച്ചു, എന്നെ എന്തിനു കൊല്ലണം? അള്ളാഹു ഇന്നമായ ഇതിൽ പറയുന്നുണ്ട്, അള്ളാഹു മുത്തഖീങ്ങളിൽ നിന്നല്ലേ സ്വീകരിക്കുക. തഖ്വയുള്ളത് അള്ളാഹു സ്വീകരിച്ചു, അതിനെന്തിനാ എന്നെ കൊല്ലുന്നത് എന്ന് ചോദിച്ചു. പക്ഷേ നീ എന്നെ കൊല്ലാൻ വേണ്ടി ആക്രമിച്ചാൽ ഞാൻ നിന്നെ തിരിച്ചൊന്നും ചെയ്യില്ല എന്ന് വരെ ഹാബീല് പറയുകയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ഹാബീലിനെ കൊല്ലുകയും കൊന്നതിന് ശേഷം ആ മൃതദേഹം എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും പറയാതെ അത് ചുമന്ന് നടക്കുകയും അവസാനം 2 കാക്കയെ പറഞ്ഞയച്ചുകൊണ്ട് ഒരു കാക്ക മറ്റൊരു കാക്കയെ കൊണ്ടിട്ട് അതിനെ
മണ്ണിൽ കുഴിച്ചു മൂടുന്നത് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ പ്രാക്ടിക്കലായി കബറടക്കം പഠിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങളൊക്കെ തുടർന്ന് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ കഥ എന്തിനാണ് ഇപ്പോൾ പറയുന്നത്? ഇപ്പോൾ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്നോട് വൈരാഗ്യമുണ്ട്. നിങ്ങൾ പലതവണ എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. കല്ലെടുത്തിട്ടിട്ട്, വിഷം തന്നിട്ട്, പല രൂപത്തിലും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾ മറച്ചു വെച്ചത് കാണിച്ചു തന്നതോ, അതല്ലെങ്കിൽ എനിക്ക് അല്ലാഹു തആല ഖുർആൻ തന്നതോ? എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? അതുപോലെ മുമ്പ് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. ആ കൊലപാതകത്തിന്റെ തുടർച്ച നിങ്ങൾ ഉണ്ടാക്കരുതേ എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കൊലപാതകത്തിന്റെ സംഭവം ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായേലിയരോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇസ്രായേലിയരോട് എന്നല്ല, ലോകത്തുള്ള മുഴുവൻ ആളുകളും അംഗീകരിക്കേണ്ട സംഭവമാണിത്. നിരപരാധിയായ ഒരു വ്യക്തിയെ കൊന്നുകളഞ്ഞാൽ അതൊരു വ്യക്തിയെ കൊല്ലലല്ല, മനുഷ്യവർഗത്തെ കൊല്ലലാണ് എന്ന അല്ലാഹുവിന്റെ താക്കീത് ഇതിലൂടെ നമുക്ക് കാണാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ കാലത്ത് എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന് അറിയാതെ എത്രയോ മനുഷ്യന്മാർ ദൈനംദിനം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രക്തമൊഴുകുന്നത് കണ്ടുകൊണ്ട് കാണുന്നു. കൊല്ലപ്പെട്ട വാർത്തകൾ നമ്മൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് മനുഷ്യക്കുരുതികൾ നടക്കുന്നു. ഈ മനുഷ്യക്കുരുതികൾ മുഴുവൻ പിശാചിന് സമർപ്പിക്കപ്പെട്ട കുർബാനകളായി ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്നവരാണ് നമ്മൾ. ഈ സമയത്തൊക്കെ ഈ കഥ വീണ്ടും വീണ്ടും ഖുർആൻ പറയുന്നത് വളരെ പ്രസക്തമാണ്. ഇനി അല്ലാഹു തുടർന്ന് കഥയെ ഇത്തരം വിഷയങ്ങൾ പറഞ്ഞിങ്ങനെ പോയി പറയുന്നത്, മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് വസീല തേടണം. അതായത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമുണ്ടാകണം. ഈ വസീല തേടണം എന്നതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് മഹാന്മാരിലൂടെയാണ് അടുക്കേണ്ടത് എന്ന ദുർവ്യാഖ്യാനത്തിലൂടെ ത്വരീഖത്തിന്റെ ആളുകൾ അവരുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സമുദായത്തിൽ തന്നെ പല ആളുകളും ഇന്ന് രംഗത്തുണ്ട്. എന്താണ് വസീല? അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വസീല എന്താണ്? അതാണ് പരിശുദ്ധ ശരീഅത്ത്, അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇത് വ്യക്തമായി അറിയാവുന്നവര് തന്നെയാണ്. എങ്കിലും വെറുതെ അത്തരം കാര്യങ്ങൾ ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത്. അതേതായാലും അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വസീല ഒന്ന് ഫർളായ സംഗതികളാണ്. അല്ലാഹു തന്നെ പറയുന്നുണ്ട് ഖുദ്സിയായ ഹദീസിൽ, എന്നിലേക്ക് എന്റെ അടിമ ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങളെ കൊണ്ട് അടുക്കുന്നത് പോലെ മറ്റൊന്നുകൊണ്ടും അടുക്കില്ല. അങ്ങനെ നിർബന്ധമാക്കിയ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ സുന്നത്തായ കാര്യങ്ങൾ കൂടി ചെയ്താൽ അല്ലാഹു അവനെ ഇഷ്ടപ്പെടുമെന്നും, അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കണ്ണും കാതും ഒക്കെ ഞാനാകും എന്ന് പറഞ്ഞാൽ, എനിക്ക് താല്പര്യമുള്ളത് കാണാനായിരിക്കും അവരുടെ കണ്ണിന്റെ താല്പര്യം, എനിക്ക് താല്പര്യമുള്ളത് കേൾക്കാനായിരിക്കും അവരുടെ ചെവി അവർ ഉപയോഗപ്പെടുത്തുക, എനിക്ക് താല്പര്യമുള്ളത് ചെയ്യാനായിരിക്കും അവരുടെ കയ്യും, എനിക്ക് താല്പര്യമുള്ളിടത്തേക്ക് നടക്കാനായിരിക്കും അവരുടെ കാലുകളും അവർ ഉപയോഗപ്പെടുത്തുക. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവയവങ്ങളായി, ആ അവയവങ്ങളുടെ സമാഹാരമായി ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാറുമെന്നൊക്കെ അല്ലാഹു തആല പറഞ്ഞ വളരെ വ്യക്തമായ ഹദീസുകൾ ഉണ്ടായിരുന്നിട്ട് പോലും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക വഴിയാണ് അല്ലാഹുവിലേക്ക് അടുക്കേണ്ടത് എന്ന ദുർവ്യാഖ്യാനത്തിലൂടെ ശിർക്കിന്റെ മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ കാലഘട്ടത്തിലുമുണ്ട്. ഇനി കളവ് കേസുണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കണം, ഇസ്ലാമിക ഭരണ പ്രദേശത്ത് അതിന്റെ ശിക്ഷ എന്താണ് എന്ന് പറയുന്ന ആയത്തുമുണ്ട്. കൈവെട്ടണം എന്ന ഇസ്ലാമിന്റെ നിയമവും ഇവിടെ പരാമർശിക്കുന്നുണ്ട്. എല്ലാം വിശദമായി പറയാനുള്ളതാണ്, പക്ഷേ സമയമില്ല. പാപങ്ങൾ ചെയ്തു പോയതിന് ശേഷം ആരെങ്കിലും പാശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ അല്ലാഹു തആല അത് സ്വീകരിക്കുന്നതാണ് എന്നുകൂടി അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഈ കുഫറിൽ വളരെ ധൃതി പിടിച്ചു പോകുന്ന ആളുകൾ തൊള്ള കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും അവരുടെ പ്രവൃത്തി ദൂഷ്യങ്ങളും കണ്ട് റസൂലേ താങ്കൾ വിഷമിക്കേണ്ടതില്ല. കാരണം ഇതിനു മുമ്പും ഇതുപോലുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇതൊക്കെ പ്രബോധന രംഗത്ത് പുത്തരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
റസൂലിനെ അല്ലാഹു തആല സമാശ്വസിപ്പിക്കുന്നതും ഈ ജുസ്ഇൽ നമുക്ക് കാണാവുന്നതാണ്. ഇനി ഈ ജൂതന്മാർക്ക് ഒരു പരിപാടിയുണ്ട്. ഇടക്കിടക്ക് റസൂലിന്റെ അടുത്ത് വരും. എന്തിന്? മസല കഴിക്കാൻ. എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ എന്നാ പിന്നെ റസൂലിനോട് പോയിട്ട് നമ്മൾ ചോദിക്കാന്ന് പറഞ്ഞ് ജൂതന്മാർ വരും. ഈ വരുന്ന സമയത്ത് തന്നെ ഇവർക്ക് ഒരു പ്ലാൻ ഉണ്ടാവും. എന്താ പ്ലാൻ എന്ന് വെച്ചാൽ, അനുകൂലമായിട്ട് പറഞ്ഞാൽ അവർ ഈ മാറ്റി തിരിച്ചിട്ട് മതമായിട്ട് കൊണ്ടു നടക്കുന്ന കാര്യം പറഞ്ഞാലോ അംഗീകരിക്കും, അല്ലാത്തതാണെങ്കിൽ അദ്ദേഹത്തിനെ തള്ളിക്കളയെ ചെയ്യും. സമ്മാവൂനലിൽ കരുതി അക്കാലൂനലിൽ സുഹൃത്തിന അവരെ പറ്റി അള്ളാഹു പറയുന്നത്, ഏതെങ്കിലും വിധത്തിൽ അന്യായമായി പൈസ ഉണ്ടാക്കിയിട്ട് തിന്ന, അതിനു വേണ്ടി നിയമങ്ങളൊക്കെ വളച്ചൊടിക്കുക, ഈ പരിപാടിക്കാരാണ് അവര്, കളവ് മാത്രമാണ് അവർ കേൾക്കുക, അതിനുള്ളതാണ് അവരുടെ ചെവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ള പറയുന്നു, നിങ്ങൾ അവരുടെ വാക്കുകളൊന്നും കേൾക്കാതെ അവരെ അങ്ങ് അവഗണിച്ചു കളഞ്ഞാൽ, അവരോടൊന്നും പറഞ്ഞു കൊടുക്കാതിരുന്നാൽ ഒരു ബുദ്ധിമുട്ടും നബിയെ താങ്കൾക്കില്ല. റസൂലായിരിക്കെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു മറുപടി പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയാണല്ലോ, റസൂലാണല്ലോ. പക്ഷേ ജൂതന്മാര് വരുന്നതും ചോദിക്കുന്നതും പഠിക്കാൻ വേണ്ടിയോ നന്നാകാൻ വേണ്ടിയോ അല്ല, ദുരുദ്ദേശപരമായിട്ടാണ് അവര് വരുന്നത്. അതുകൊണ്ട് തന്നെ താങ്കൾ അവർക്ക് ഒന്നുകിൽ ഖുർആൻ അനുസരിച്ച് വിധി പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറുക, രണ്ട് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിനെ അല്ലാഹു തആല സമാശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർ വിശ്വാസികളല്ല, വിശ്വസിച്ചിട്ട് ചോദിക്കുന്നതുമല്ല. ഇനി തുടർന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പറയുന്ന സമയത്ത് ഒരിക്കലും ജനങ്ങളെ പേടിക്കരുത്. കറക്റ്റ് ഖുർആനിൽ എന്താണോ ഉള്ളത്, അള്ളാഹ് എന്താണോ പറഞ്ഞത് അത് പറഞ്ഞു കൊടുക്കണം. ഒരാ തസ്തറൂടി ആയാത്തി സമന കലീല, ആയത്ത് വെച്ചിട്ട് ചുരുങ്ങിയത് വാങ്ങരുത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നത്തിൽ മുതലാളിയുടെ പക്ഷം പറഞ്ഞാൽ നല്ല ഉപകാരം കിട്ടും. അതിനിപ്പോ എന്താ വേണ്ടത്? ഈ മുതലാളിക്ക് അനുകൂലമായി ഖുർആനിൽ ഇട്ടതിന് വിരുദ്ധായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മുടെ നാട്ടുപുറങ്ങളിൽ തന്നെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഏതായാലും കാര്യം കിട്ടുന്നതിനനുസരിച്ച് ദീനിനെ മയപ്പെടുത്തി പറഞ്ഞു കൊടുക്കുക, അതാണ് ദീനിനെ വിൽക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആളുകൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ശരി, ഇഷ്ടമില്ലെങ്കിലും ശരി, ദീനായിട്ടൊക്കെ പറയാ, അതാണ് വേണ്ടത് എന്ന് അല്ലാഹു തആല ഉപദേശിക്കുകയാണ്. ഇനി അവരുടെ പിന്നാലെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പിന്നാലെ ഈസാ നബി അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു. തൗറാത്ത് ശരിവെച്ചുകൊണ്ട് ഈസാ നബി വന്നു. ഈസാ നബിയുടെ ശേഷം ഇഞ്ചീലും തൗറാത്തും ശരിവെച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു. ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് അല്ലാഹു തആല പറയുന്നത്. എന്നാൽ ഓരോ വിഭാഗത്തിന് പ്രത്യേകം ശരീഅത്ത് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. തൗറാത്തിന്റെ ആളുകൾക്ക് ഒരു ശരീഅത്ത്, അതുപോലെ ഇഞ്ചീലിന്റെ ആളുകൾക്ക് വേറൊരു ശരീഅത്ത്. എന്തിനാണ് ഇങ്ങനെ ശരീഅത്തിൽ അല്ലാഹു തആല മാറ്റിയത്? എന്നാണ് അല്ലാഹു തആല അതിന് കാരണം പറഞ്ഞത്. ഓരോ വ്യക്തികൾക്കും കൊടുത്തതിലാണ് പരീക്ഷ. ഓരോ കാലഘട്ടത്തിന്റെ വളർച്ച, അവരുടെ പര്യാപ്തത, ആ പര്യാപ്തത വെച്ചുകൊണ്ടാണ് ഓരോ വിഭാഗത്തെയും പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളുടെയും ആരോഗ്യവും മാനസികാവസ്ഥയും ഭൗതിക സാഹചര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള ശരീഅത്ത് ഓരോ വിഭാഗത്തിനും അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നബിമാരെല്ലാം പറഞ്ഞ ആശയം ഒന്നാണ്, ശരീഅത്തിൽ ചില വ്യത്യാസങ്ങൾ ചില നബിമാർക്ക് കൊടുത്തതിനുണ്ട് എന്ന് കൂടി അല്ലാഹു തആല സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മളെ ഉപദേശിക്കുകയാണ്. ഇത്രയൊക്കെ ജൂതന്മാരെ പറ്റി പറഞ്ഞു തന്നതിന് ശേഷം നമ്മളോട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും അവരെ ഉള്ളറിഞ്ഞ് വിശ്വസിച്ച് അവരുടെ ആളുകളായി നിൽക്കരുത്. കാരണം അവർ വഞ്ചകരാണ്, അവർ കൊടിയ ശത്രുക്കളാണ് എന്ന് ഉപദേശിക്കുന്നതൊക്കെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ റസൂലിനെ ചീത്ത പറയുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ട് ജൂതന്മാര് അള്ളാന്റെ മക്കളാണ്, ഓരാണ് സ്വർഗാവകാശികൾ എന്നൊക്കെ പറഞ്ഞപ്പോ അവസാനം പൊറുതി മുട്ടിയ രൂപത്തിൽ അവർ ഇടപെട്ടപ്പോ അല്ലാഹു തആല റസൂലിനോട് തിരിച്ചു പറയാൻ പറഞ്ഞ ഒരായത്താണ് 60-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു പറയുന്നത്, ഇതിനേക്കാളൊക്കെ അപകടകരമായ മോശമായ ചില സംഗതികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അള്ള ശപിച്ച ഒരു വിഭാഗമുണ്ട്, അള്ള വെറുത്ത ഒരു വിഭാഗമുണ്ട്.
അള്ളാഹ് അവരിൽ നിന്ന് കുരങ്ങന്മാരെയും പന്നികളുമായി രൂപം വളർച്ച ഒരു വിഭാഗമുണ്ട്. വിഗ്രഹാരാധന നടത്തിയ താബൂത്തിനെ ആരാധിച്ച ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തെ നിങ്ങൾക്ക് അറിയോ എന്ന് അവരോട് തന്നെ ചോദിക്കുന്ന വളരെ കർക്കശമായ ഒരു മറുപടി അള്ളാഹു താല പറഞ്ഞതായി നമുക്കതിൽ കാണാൻ കഴിയും. ആരെയാണ് പന്നിയാക്കിയും കുരങ്ങനാക്കിയും മറിച്ചത്? ഞങ്ങൾ അള്ളാന്റെ മക്കളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന, ഞങ്ങളാണ് സ്വർഗാവകാശികൾ എന്ന് പറഞ്ഞു നടക്കുന്ന ആ ഇസ്രായേലിൽ തന്നെയല്ലേ ഇതെല്ലാം ഉണ്ടായത് എന്ന് അള്ളാഹു താല നേർക്കുനേരെ അവരോട് ചോദിക്കുന്ന ചോദ്യമായിരുന്നു അത്. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന, അവരുടെ സഹായികളായി വർത്തിച്ച മുനാഫിക്കുകൾ ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തിയുണ്ട്. റസൂലിന്റെ അടുത്ത് വന്നാൽ പറയും ഞങ്ങൾ വിശ്വാസികളാണ്, അവര് വരുന്നത് തന്നെ കുഫ്റും കൊണ്ടാണ്, അവര് തിരിച്ചു പോകുന്നതും കുഫ്റും കൊണ്ടാണ്, ഇതിൽ ഒരുപറ്റ ജൂതന്മാരും ഉണ്ട്. ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് സഹിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവസാനം ചോദിക്കുന്നു, ലൗലാ യൻഹാഹും റബ്ബാനിയൂൻ, അവരുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ എന്തുകൊണ്ട് ഇവരോട് ഇതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല? ആ തൗറാത്തിലുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പോലെ ഇവര് നന്നാവൂലേ? ഈ പണ്ഡിതന്മാരെന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന് അള്ളാഹു തആല ഖുർആനിലൂടെ റസൂലിനോട് ചോദിക്കുന്ന ഒരവസ്ഥ നമുക്കിതിലെ കാണാൻ കഴിയും. നമ്മുടെ സമൂഹത്തിൽ തന്നെ ആളുകൾ ശിർക്ക് ചെയ്യുകയും ഇസ്ലാമിൽ ഒരു നിരക്കും നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോ മൗനം അവലംബിക്കുന്ന പണ്ഡിതന്മാരെ കാണുമ്പോ നമ്മളോട് പറഞ്ഞു പോകാറില്ലേ, എന്തേ ഇവരിതൊന്നും കാണുന്നില്ലേ? മനുഷ്യന്മാര് അവരുടെ തണലിലല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തേ പറഞ്ഞു കൊടുക്കാത്തത് എന്ന് പറഞ്ഞു പോകുന്നത് പോലെ അല്ലാഹു തആല ഈ ജൂത പണ്ഡിതന്മാർ എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുന്ന രംഗം നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ ഒരു വരൾച്ച ബാധിച്ചപ്പോൾ അള്ളാഹുവിനെ പറ്റി പോലും പറയാൻ ഇവർ മടി കാണിച്ചില്ല. അവർ പറഞ്ഞു അള്ളാഹ് വലിയ പിശുക്കനാണ്. അതാണ് കാലത്തിൽ യഹൂദി യദുല്ലാഹി മഗ്ലൂല, അള്ളാന്റെ കൈ പെരടിയിലേക്ക് കെട്ടിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു പിശുക്കനാണ് എന്ന് അവർ പറഞ്ഞു. അള്ളാഹു പറഞ്ഞു വല്യദാഹു മബ്സൂതത്താൻ, അള്ളാഹു വിശാലമായി കൊടുക്കുന്നവനാണ്, അവരുടെ കൈയാണ് ഈ പിശുക്ക് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല അവരെ വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പിന്നെ അതുപോലെ റസൂലിന് പരിപൂർണമായ ധൈര്യം കൊടുക്കും. ആര് താങ്കളുടെ കൂടെ ഇല്ലെങ്കിലും ധൈര്യമായി മുന്നോട്ട് പോകുക. വല്ലാഹു യഅസിമുക മിനന്നാസ്, അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. റസൂലിനെ ഒന്നും ചെയ്യാൻ, ഇല്ലാതാക്കി കളയാൻ ഒരു ശത്രുവിന് കഴിയില്ല എന്ന ധൈര്യം കൊടുക്കലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ വേദക്കാരോട് അവസാനമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങൾ തൗറാത്ത് അനുസരിച്ച് ജീവിക്കുകയും ഇഞ്ചീൽ അനുസരിച്ച് ജീവിക്കുകയും അള്ളാഹു പറഞ്ഞത് പോലെ വിധി കൽപ്പിക്കുകയും ചെയ്യാത്ത കാലത്തോളം നിങ്ങൾ ഒന്നുമല്ല. നിങ്ങൾ നന്നാകണമെങ്കിൽ ആ തൗറാത്തിലുള്ളതെങ്കിലും കൃത്യമായി നിങ്ങൾ കൊണ്ടു നടക്കണമെന്ന് അവരെ ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു ആയത്ത്, വിവാദമായ ഒരു ആയത്ത്, ഇപ്പോൾ സർവമത സത്യവാദികളൊക്കെ ഓതാറുള്ള ആയത്താണ്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സാബിഊന വന്നസാറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സാലിഹൻ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു ആയത്താണ്. നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഈ സർവമത സത്യവാദികൾ എന്ന ഒരു വിഭാഗമുണ്ട്. ജൂതനായാലും കുഴപ്പമില്ല, ക്രിസ്ത്യാനി ആയാലും കുഴപ്പമില്ല, സാബി ആയാലും കുഴപ്പമില്ല, മതമില്ലാത്തവനായാലും കുഴപ്പമില്ല, ആരാണെങ്കിലും നല്ല പ്രവർത്തനമൊക്കെയാണോ, വിശ്വാസമുണ്ടോ, എന്നാൽ അങ്ങ് സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് മതം പ്രശ്നമല്ല, ഏതായാലും കുഴപ്പമില്ല, മുസ്ലിമാണെന്ന് തന്നെയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഓതുന്ന ഒരു ആയത്താണിത്. എന്താണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്ന് പോലും അവർക്കറിയില്ല. നമ്മൾ ഇതുവരെ പറഞ്ഞത് ജൂതന്മാർക്ക് തൗറാത്ത് കൊടുത്തു, അതുപോലെ ക്രിസ്ത്യാനികൾക്ക് ഇഞ്ചീലും കൊടുത്തു. എന്നിട്ട് അവരായ അവസ്ഥയാണ്, അവരവരുടെ ഗ്രന്ഥം അംഗീകരിക്കാതെ ജീവിച്ചിട്ട് ഞങ്ങൾ സ്വർഗത്തിലാണ്, ഞങ്ങൾ സ്വർഗത്തിലാണ്, ഞങ്ങൾ അള്ളാന്റെ മക്കളാണ് എന്ന അവകാശവാദവുമായി നടക്കുന്ന രംഗാണ് ഇതുവരെ പറഞ്ഞത്. ഇതുപോലെ നിങ്ങളായി എന്ന് വിചാരിക്കുക, അഥവാ മുസ്ലിങ്ങൾ വിചാരിക്കുന്നത് നമ്മളാണ് സ്വർഗത്തിന്റെ ആളുകൾ നമ്മളാണ്, ഒരു അവകാശവാദവുമായിട്ട് ഇങ്ങനെ നടക്കുക. അതുകൊണ്ടൊന്നും രക്ഷയില്ല. അള്ളാഹ് പറയുന്നുണ്ട്, ലൈസബി അമാനിക്കും വല അമാനി അഹ്ലിൽ കിതാബ്, നിങ്ങളെ ഭൂമിയും നടക്കൂല, വേദക്കാരുടെ ഭൂമിയും നടക്കൂല. സ്വർഗത്തിൽ പോകണമെങ്കിൽ അതിന്റെ വില കൊടുക്കും.
സ്വർഗത്തിന്റെ വില കൊടുക്കണം. എന്താ സ്വർഗത്തിന്റെ വില? വെറുതെ കൊടുക്കാനുള്ളതാണോ സ്വർഗം? സ്വർഗത്തിന്റെ വില എന്ന് പറയുന്നത് ശരിയായ ഈമാനാണ്. സ്വർഗത്തിന്റെ വില എന്ന് പറഞ്ഞാൽ അമലുസ്സാലിഹാത്താണ്. അമലുസ്സാലിഹാത്തിൽ അള്ളാഹുവിന്റെ ശരീഅത്തിലുള്ളതാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഖുർആനിലൂടെ വിശദീകരിച്ച ഈമാനാണ്. ആ ഈമാൻ ഉൾക്കൊള്ളുകയും അതുപോലെ തന്നെ യഥാർത്ഥ ശരീഅത്ത് അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യലാണ് സ്വർഗത്തിന്റെ വില. വില കൊടുക്കാതെ ജൂതന്മാര് അവകാശവാദം ഉന്നയിക്കുന്നത് പോലെ, ക്രിസ്ത്യാനികൾ അവകാശവാദം ഉന്നയിക്കുന്നത് പോലെ ഒരു മുസ്ലിം സമൂഹം ഞാൻ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലാവൂല. ഇതാണ് ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. ഇതിനെ ഏത് മതക്കാരനായാലും സ്വർഗത്തിലേക്ക് പോകാനുള്ളതാണ് എന്ന അർത്ഥത്തിലുള്ളതല്ല. നേരെ മറിച്ച് അവർ ഉന്നയിച്ചതുപോലെ ഞങ്ങൾ സ്വർഗത്തിലാണ് എന്ന അവകാശവാദം ഉന്നയിച്ചിട്ട് കാര്യമില്ല, യഥാർത്ഥ മുസ്ലിമായി നടക്കണം എന്ന് മുസ്ലിങ്ങളെ അല്ലാഹു തആല ഉപദേശിച്ച ആയത്താണിത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കൂടുതൽ വിശദീകരിക്കാൻ സമയം ആവശ്യമാണ്. അതുപോലെ ഇനി നമുക്ക് കാണാൻ കഴിയുക ഇതിന്റെ അവസാന ഭാഗം. അല്ലാഹു തആല ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് പോകുന്നത്. ലുഅനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം ദാലിക ബിമാ അസവ്വ വകാനൂ യഅ്തദൂൻ. പ്രവാചകന്മാർ പ്രബോധനം ചെയ്യുന്ന കാലത്ത് പോലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ലംഘിച്ചതിനാൽ അംഗീകരിക്കാത്തതിന്റെ പേരിൽ പ്രവാചകന്മാരുടെ നാവിലൂടെ തന്നെ ശപിക്കപ്പെട്ട ആളുകളാണിവർ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവരെ അപലപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ചീത്ത കാര്യങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് അവർ വിട്ടു നിൽക്കുന്നില്ല എന്ന അള്ളാഹുവിന്റെ ഗൗരവമേറിയ ചോദ്യവും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവരോട് വെറുപ്പാണെന്നും അവർ നരകത്തിലാണ്, ശിക്ഷയിൽ അവര് നിത്യവാസികളാണെന്നൊക്കെ തുടർന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജുസ് അവസാനിപ്പിക്കുന്നത്. മുസ്ലിങ്ങളോട് വല തജിദന്ന അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനൂ, ഈമാനുള്ള മനുഷ്യന്മാരോട് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളത് ജൂതന്മാർക്കും അതുപോലെ തന്നെ ശിർക്കിന്റെ ആളുകൾക്കുമാണ് എന്ന് അല്ലാഹു തആല പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളെ ആദർശ ശത്രുക്കളായി കാണുന്നതിൽ വീഴ്ച വരുത്തരുത് എന്ന് ഉപദേശിച്ചുകൊണ്ട് കൃത്യമായി ഈ ജുസ് അവസാനിപ്പിക്കുന്നതും നമുക്ക് കാണാനാകും. അല്ലാഹു സത്യമായി മനസ്സിലാക്കാനും അതോടുകൊണ്ട് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.